കഴിഞ്ഞ 2-3 ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഈ രാത്രിയിലും ദൈവജനവുമായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇടയാക്കുന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. परमेश्वर के नाम की स्तुति हो। पिछले 2-3 रात के बाद आज फिर से परमेश्वर के वचन लेकर आप लोगों के बीच में आने के लिए प्रभु ने जो अवसर दिया उसके लिए फिर मैं प्रभु का धन्यवाद करता हूँ। ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യ കർത്തദാസന്മാർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ രാത്രിയിലും വീണ്ടും അറിയിക്കുന്നു. ध्यान देने वाले तमाम लोगों को, प्रभु के दासों को, सब लोगों को फिर एक बार प्रभु यीशु मसीह के नाम में मेरा प्रेम और सलाम और एक बार मैं अंकित करता हूँ। ആമേൻ. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, അതെ, വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ റാന്നിയിൽ ഇന്ന് ക്ലൈമറ്റ് വളരെ മോശമാണ്. നെറ്റിന് തകരാറുണ്ടാകാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായി നാം പ്രാർത്ഥിക്കുകയുണ്ടായല്ലോ, വീണ്ടും ആ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. काफी लोग प्रार्थना के साथ मैं जानता हूँ, लेकिन फिर एक बार बताना चाहूंगा, आप लोग सामर्थ्य से, शक्ति से प्रार्थना करना, क्योंकि पास्टर साहब जहाँ पर है रानी में, केरल में, वहां पर मौसम थोड़ा खराब चल रहा है, इसलिए इंटरनेट में कोई बाधा ना आए, कनेक्शन में कोई बाधा ना आए, इसके लिए आप लोग प्रार्थना करना। आरंभ में हमने इसके लिए प्रार्थना किया था, फिर एक बार आग्रह करूंगा, निवेदन करूंगा, प्रार्थना के साथ आप बैठे। കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ ഈ മീറ്റിംഗിന് വേണ്ടി എളിയവന് വേണ്ടി സമയം വേർതിരിച്ച ആദ്യത്തെ മീറ്റിംഗിൽ, തിങ്കളാഴ്ചത്തെ മീറ്റിംഗിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സന്ദർഭവശാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഹിതമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു പ്രത്യേകമായ ഉൾപ്രേരണയിൽ 3 ദിവസം തുടർമാനമായിട്ട് അതേ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. पहले जैसे मैंने बताया, हमने इच्छा किया था 3 विषयों को 3 दिन में कहा जाए, लेकिन आरंभ के दिन में जो विषय शुरू किया उसके बाद दूसरे दिन परमेश्वर के हित के अनुसार, पवित्र आत्मा का नियंत्रण के अनुसार उस विषय को, प्रार्थना के संबंधित बातों को आगे भी जारी रखने के लिए प्रभु ने सहायता किया और परमेश्वर का हित है इसमें, ये मैं समझता हूँ। കേൾക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവജനം ഹൃദയത്തിൽ കരുതിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആ കാര്യങ്ങൾക്കായി വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുക. सुनाया हुआ तमाम प्रचार और तमाम संदेश मसीह लोगों के हृदय में छुआ है, ऐसा विश्वास करता हूं, और इन विषयों के लिए आगे भी सामर्थ्य के साथ प्रार्थना करें। ഇന്ന് രാത്രിയിൽ മറ്റൊരു ഭാഗം ദൈവത്തിൽ നമ്മളെ ധ്യാനിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. आज रात काल दूसरा एक मुद्दा परमेश्वर के वचन से आप लोगों के साथ बांटने के लिए परमेश्वर में शरण लेता हूं। ഒരുപക്ഷെ ഇതിന്റെ പല ഭാഗങ്ങളും നമുക്ക് പരിചയമുള്ളതായിരിക്കാം, എങ്കിൽ തന്നെ അത് എത്രമാത്രം ഗൗരവമായി അതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നുകൂടെ ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് ഇതിൽ കൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്. और इसमें से बहुत से भाग हो सकता है आपको लगे कि आप लोग जानते हो, लेकिन फिर भी हमारी आत्मिक जीवन में उसकी गहराई को समझने के लिए और कितना हम इसको हमारे जीवन में लागू करते हैं, इसका पालन करते हैं, इसका एक आत्मनिरीक्षण करने के लिए ये उपयोगी हो। കൃപയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച അന്ന് മുതൽ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സകല അടിമമുഖത്തിൽ നിന്നും വിടുവിച്ച് ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. എങ്കിലും നാം ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നാം ബന്ധിക്കപ്പെടുവാനിടയായിത്തീരുന്ന ചില മേഖലകളെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. अनुग्रह से, यीशु मसीह में विश्वास करने से, उद्धार पाने के कारण से बहुत से बंधनों से, और जो बंधन का जुआ है उसमें से हमको स्वतंत्रता मिला है, लेकिन कई बार हमारी लापरवाही की वजह से, हम नजरअंदाज करने की वजह से या चीजों को हल्के में लेने की वजह से फिर से ऐसे बंधुओं में और ऐसे जुओं में हम फंस जाते हैं। उस बारे में तो कुछ बातों को, ऐसा कुछ विषयों को आज चर्चा करना इच्छा करते हैं। ഈ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സ്വയശോധന നടത്തിക്കൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സ്വാധീനങ്ങൾ നമ്മളിൽ വീണ്ടും തുടരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ പറയുന്ന ദൈവവചനം അതിന്റെ നിലയിൽ ഏറ്റെടുത്ത് ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യം നമ്മളിൽ നിലനിർത്തി അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. और ऐसे वचनों को प्रचार करते समय अगर इनमें से कोई भी बात आपके अंदर है, इस बात को आपको जांचना है, और ऐसा अगर आपको महसूस होता है कि आपके अंदर ये कोई भी बाधा है, ऐसा बंधन है, तो फिर से प्रार्थना करके उन चीजों को जय സാധ്യതയുണ്ട്. എന്നാൽ അത് ഈ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പോകുന്ന കൂട്ടത്തിൽ ഈ ചെറിയ കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധയോടെ കരുതി ഇല്ലെന്ന് വരികയും വലിയ ബുദ്ധിമുട്ടുകൾ ആ ചെറിയ കാര്യങ്ങൾ നിമിത്തം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. सुनने से हो सकता है हमको लगे ये बहुत ही छोटी छोटी बातें हैं,
इसमें इतना गंभीर बात नहीं है, लेकिन बड़े बड़े बातों को ध्यान देते समय ऐसी छोटी बातों पर अगर हम नजर नहीं रखते तो ये छोटी छोटी बातें हमारे लिए आत्मिक तौर पर बहुत ही संघर्ष और बहुत ही कठिन परिस्थिति हमारा कर सकता है। ഒരു ദൃഷ്ടാന്തം ദൈവത്തിന് ഓർപ്പിച്ചാൽ ശൗമേലിന്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് രാജാവായി തീർന്നതിന് ശേഷം താന് സിയോൻ കോട്ട പിടിക്കാനായിട്ട് കടന്നുപോയ കാര്യത്തെക്കുറിച്ച് 1 ശമൂവേൽ 5-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നു. एक दृष्टांत अगर आपको कहूँ तो पहला शमूएल उसके 5वें अध्याय में दाऊद राजा बन के बाद सियोन का गढ़ को कब्जा करने के लिए गया, उस विषय को हम 5वें अध्याय में देखते हैं। സിയോനെ തന്റെ തലസ്ഥാന നഗരിയാക്കി അത് കേന്ദ്രീകരിച്ച് ഭരണം നടത്തുവാനൊക്കെ വേണം സിയോൻ കോട്ട പിടിച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. और सियोन को अपना कैपिटल बनाने के लिए ये जरूरी था उसको पकड़ ले। ആ സിയോൻ കോട്ട പിടിക്കുവാൻ കടന്നു പോകുമ്പോൾ അവിടെ യെബൂസ്യർ അതിന്റെ മേൽ വാഴുകയായിരുന്നു. और जब सियोन को वहां पकड़ने के लिए दाऊद जाता है तो यहूशी उसके ऊपर राज्य कर रहा था। താന് സിയോൻ കോട്ടയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് കടന്നു ചെല്ലുമ്പോൾ യെബൂസ്യർ പറഞ്ഞത് നിന്നെ തോൽപ്പിക്കുവാൻ ഞങ്ങളുടെ ഇടയിലെ കുരുടരും മുടന്തരും മതിയെന്നാണ് അവർ പറയാനിടയായിട്ട്. और जब वहां पर गया तो वहां का राजा ने बोला तुम्हें हराने के लिए हमारे अपंग लोग काफी है। ദൈവങ്ങളെ 5-ാം അധ്യായം സമയമെടുത്ത് വായിച്ചു നോക്കുക. പിന്നീട് അവിടെ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് യെബൂസ്യരുടെ കയ്യിൽ നിന്ന് ഈ സിയോൻ കോട്ട പിടിച്ചെടുക്കുവാനിടയായി തീർന്നു. तो दूसरा शमूएल जो 5वें अध्याय में ये जो बात हम पढ़ते हैं बहुत मुश्किल से उन लोगों से उसके ऊपर कब्जा करना पाया। അവരെ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് അവിടെയുള്ള കുരുടരും മുടന്തരും ആയിരുന്നു എന്ന് അവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാനിടയാണ്. और उन्हें सबसे अधिक जो तकलीफ दिया वो वहां के अंधे और वहां के लंगड़े थे। എന്നതുപോലെ ഞാനൊരു ദൃഷ്ടാന്തമായിട്ട് ഓർപ്പിച്ചതാണ്. എന്നതുപോലെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ചില നമ്മൾ നിസ്സാരമാക്കി കളയുന്ന ചില വിഷയങ്ങളുടെ മേൽ നാം പൂർണ്ണമായ ജയം പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. कहने का तात्पर्य इस तरह से ऐसी छोटी छोटी विषयों को इस उदाहरण के द्वारा मैं जो कहना चाहता हूँ, ऐसी छोटी बातों को अगर हम नजरअंदाज कर देते हैं तो ये बातें नासूर बनकर हमारे लिए आगे बहुत ही तकलीफ और प्रयास का विषय आत्मिक जीवन में बन सकता है। ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ചെറിയ പാപങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് കർത്താവ് ക്രൂശിൽ മരിക്കേണ്ടി വന്നത്. एक बात स्मरण करना, यीशु मसीह हमारे जीवन में केवल हमारे बड़े पापों के लिए नहीं लेकिन हमारे छोटे और तमाम पापों के लिए यीशु मसीह सलीब पर मरा। അതുകൊണ്ട് ബൈബിളിലെ ഒരു കാര്യങ്ങളും നിസ്സാരമാക്കാൻ പാടില്ല എന്ന ദൈവസ്നേഹത്തിൽ വീണ്ടും ഓർപ്പിക്കുന്നു. और इसलिए बाइबल की कोई भी बात को हल्के में नहीं लेना, ऐसा परमेश्वर के प्रेम में आप लोगों को याद दिलाना चाहता हूँ। കേൾക്കുമ്പോൾ ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിലും അത് ജീവിതത്തിൽ എത്രമാത്രം പ്രാഗൽഭ്യത്തോടെ എന്റെ ജീവിതത്തിൽ ആയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതിനാണ് മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടത്. सुनने से हमें अगर लगता है कि ये मैंने कितने बार सुना है, उससे बढ़कर ये अच्छा होगा ये सोचना और जांचना इसमें से कितना मेरे जीवन में मैं पालन करता हूँ। സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. समय बढ़ रहा है, हम हमारे विषय में आएंगे। ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് നമ്മൾ ആ ഭാഗം ധ്യാനിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. इन बातों को हृदय में रखते हुए, मद्देनजर रखते हुए आगे की चीजों को ध्यान देना, ऐसा मैं प्रेम में आपको याद दिलाता हूँ। നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കാമായിരിക്കുന്ന ഒരു 5 ബന്ധനങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. हम अगर ध्यान नहीं देते तो हमारे जीवन में जो हमें फांस सकता है, ऐसे 5 बंधनों के बारे में बताना चाहूंगा। ആ ബന്ധനത്തിൽ കഴിയുകയല്ല, ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി ഇനിയും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതേ സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുയേശുവിൽ നാം പുറത്തു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. उस बंधन से अगर बाहर नहीं निकले, उस बंधन में हमेशा रहने के लिए नहीं, लेकिन यीशु मसीह ने जो स्वतंत्रता दिया वो स्वतंत्र पाकर उसमें से बाहर आना परमेश्वर हमारे बारे में अपेक्षा करता है। ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 ബന്ധനങ്ങളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मैंने कहा ना, 5 बंधनों के बारे में मैं बताना चाहूंगा। വളരെ വേഗത്തിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. समय आगे बढ़ता है, इसलिए बहुत जल्दी से इन बातों को बताकर आगे जाना चाहूंगा। ആമേൻ. അതെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ यशायाह नबी का किताब 58 उसका 6 जब हम पढ़ते हैं, ആമേൻ, അവിടെ മലയാളം ബൈബിൾ ഇങ്ങനെ കാണുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന്. वहां पर इस तरह से लिखा है कि
अन्याय को बनाए हुए दासों को छुड़ाना। ആമേൻ. യെശയ്യാപ്രവാചന പുസ്തകം 58 അധ്യായം എന്ന് പറയുന്നത് അത് ബൈബിളിലെ ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥനയിൽ ശരിയായ വഴിയിലൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ പറയുന്ന ഒരു അധ്യായമായിട്ട് അതിന് നമുക്ക് കാണാൻ കഴിയും. यशायाह नबी का किताब 58वां अध्याय जो है, एक सही उपवास, परमेश्वर को प्रसन्न करने वाला उपवास कैसा है, उस बारे में बातों को वहां पर हम देख सकते हैं। ആമേൻ. യെശയ്യാപ്രവാചനത്തെ കുറിച്ച് പൊതുവിൽ ഒരു കാര്യം ഓർപ്പിച്ചു കഴിഞ്ഞാൽ ബൈബിളിനകത്തെ ബൈബിൾ എന്ന് വേണമെങ്കിൽ യെശയ്യാപ്രവാചന പുസ്തകത്തെ കുറിച്ച് പറയാൻ കഴിയും. यशायाह नबी के किताब को जो सबकी राय है, जो पंडित लोग कहते हैं कि बाइबल के अंदर या पवित्र शास्त्र के अंदर का पवित्र शास्त्र। ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ വാക്യം പഴയ നിയമത്തിലെ ഒരു വാക്യമാണല്ലോ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാനായിട്ടാണ്. क्योंकि अगर ऐसा कोई सोच है कि ये पुराना नियम का एक है, तो ये सोच हटने के लिए मैंने ये कहा। മൊത്തം വേദപുസ്തകത്തിന് 66 പുസ്തകങ്ങൾ ബൈബിളിൽ ഉണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. बाइबल में हम जानते हैं 66 किताब है। യെശയ്യാ പ്രവാചന പുസ്തകത്തിനും 66 അധ്യായങ്ങളാണ് നമുക്കറിയാമല്ലോ. यशायाह नबी के किताब में भी 66 अध्याय है। ആമേൻ. ഒരു രൂപരേഖ അതിനെ കുറിച്ച് പറഞ്ഞാൽ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾക്ക് തുല്യമാണ്. 1 से लेके 49 तक का जो अध्याय है वो पुराने नियम की किताबों के तुल्य है। പിന്നീടുള്ളതായ 40-ാം അധ്യായം മുതൽ 66-ാം അധ്യായം വരെയുള്ള 27 അധ്യായങ്ങൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾക്ക് തുല്യമാണ്. और उसके आगे जो 40 से लेके 66 वचन है, वो नया नियम के जो हमारे किताब है उसके आधार पर उसके तुल्य है। ആമേൻ. പഴയ യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പോലെയാണ് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചും മനുഷ്യൻ പാപത്തിൽ വീഴുന്ന കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം ആരംഭിച്ചെങ്കിൽ ജനത്തിന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞാണ് 1-ാം അധ്യായം ആരംഭിക്കുന്നത്. यशायाह नबी का किताब का पहला अध्याय को अगर आप देखें, जिस तरह उत्पत्ति में आरंभ होता है मनुष्यों के बारे में, पाप के बारे में और इस संसार के बारे में, उसी तरह से पाप के बारे में और पाप का शुरुआत के बारे में यशायाह नबी का किताब पहला अध्याय शुरू होता है। ആമേൻ. കാര്യങ്ങളുടെ സമാപ്തിയെ കുറിച്ച് പറഞ്ഞ് പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാടുകൾ പറഞ്ഞ് പൂർത്തീകരിക്കുന്നെങ്കിൽ 66-ാം യെശയ്യാ പ്രവാചന പുസ്തകം 66-ാം അധ്യായം കാര്യങ്ങളുടെ സമാപ്തിയെ കുറിച്ച് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. और नया नियम का आखिरी किताब जो हमारा प्रकाशित वाक्य है, उसमें तमाम बातों के अंत के बारे में जिस तरह से परामर्श किया है, उसी तरह से यशायाह नबी का किताब उसका 66वां जो अध्याय है, वो भी इस तरह से अंतिम बातों के बारे में चर्चा करता है। ആമേൻ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും വായിക്കുമ്പോൾ ഒരു ചുവപ്പ് രേഖ കടന്നു പോകുന്നത് പോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാ ഭാഗങ്ങളും അതേ പറയുന്നുവെങ്കിൽ ആമേൻ. യെശയ്യാ പ്രവാചന പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാന അധ്യായം വരെ പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മിക്കവാറും എല്ലായിടങ്ങളിലും ഉണ്ട്. और हम लोग उत्पत्ति की किताब से लेके प्रकाशित वाक्य तक अगर हम देखते हैं, लाल निशा से अंकित किया हुआ जैसे यीशु मसीह के बारे में हर किताब में लिखा है, वैसा अगर हम यशायाह नबी की किताब में देखते हैं तो पहले अध्याय से लेके 66वें अध्याय तक हर जगह पर जो है यीशु मसीह के बारे में परामर्श कहीं ना कहीं तो है। യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം യേശു കർത്താവിന്റെ സകലവിധമായ ജനനം മുതൽ സഭ മഹത്വത്തിൽ എത്തുന്നത് വരെയും ഉള്ളതായ ക്രിസ്തുവിൽ കൂടെയുള്ള സകല പ്രവൃത്തികളെയും അതിനകത്ത് സമ്മതി ചെയ്ത് വെച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. और यशायाह नबी का किताब 53वां अध्याय हम सब जानते हैं, यीशु मसीह का जन्म से लेकर कलीसिया को उठा लिया जाने तक तमाम बातों को उसमें एक सारांश में बताया गया है। അങ്ങനെയെങ്കിൽ യെശയ്യാ 30 മുതൽ ആമേൻ 66 ദിവസങ്ങളിൽ പുതിയ നിയമം ആരംഭിക്കുന്നെങ്കിൽ അതിനിടയിലുള്ളതായ 58-ാം അധ്യായത്തിൽ പുതിയ നിയമത്തിലും പഴയതിലും ഒരുപോലെ ഉപവാസപ്രാന്തിൽ ബാധകമായിരിക്കുന്ന സംഗതികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और 40 से लेकर 66 तक अगर नए नियम के आधार पर उसके साथ तुलना करके हम पढ़ सकते हैं, उसके बीच का जो ये अध्याय है 58, इसमें पुराना नियम नया नियम दोनों में उपवास की बातें कैसा है उस विषय में यहाँ परामर्श किया है। ഈ വക കാര്യങ്ങൾ ഏറെ പറയാനുണ്ടെങ്കിലും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ കേന്ദ്ര ഭാഗത്തിലേക്ക് വേഗം ഓടി വരികയാണ്. और ये सब कहने के लिए अभी समय नहीं है, इसलिए हमारे विषय की ओर जल्दी से दौड़ कर आता हूँ। ആമേൻ. ഇവിടെ യെശയ്യാ പ്രവാചന 58-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഉപവാസപ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത നമ്മുടെ ഏതെങ്കിലും ആലസ്യമായ ജീവിതം കൊണ്ട് ജീവിതത്തിൽ വന്നുകൂടിയ അന്യായമായ ബന്ധനങ്ങൾ ഉണ്ടെന്ന് വരികിൽ അത് സ്വയശോധന ചെയ്ത് അത് ദൈവം പറയുന്ന വചനത്തിന്റെ പ്രതിവിധികളിലൂടെ അഴിച്ചെടുക്കണമെന്ന് നമ്മളോട് പറയുക.
और यहाँ पर जो है 58वें अयशायाह नबी का किताब 58वां जो अध्याय है उसके 6वें आयत में जो उपवास के बारे में लिखा गया है, तो प्रारंभ में ही ये बताया है, अन्याय रीति से कोई अगर बंधन या कोई जुआ हमारा है, परमेश्वर के वचन जिस तरह निष्कर्ष करता है उसके अनुसार उसको जांच कर टटोल कर उस बंधन को तोड़ना है, ये बातें वहां परामर्श की है। ആമീൻ. 58 അധ്യായത്തിന്റെ 8, 9, 10 ഈ വാക്യങ്ങളിലും 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും 14-ാം വാക്യത്തിലും അങ്ങനെ നമ്മൾ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുകയാണ്. और इसी अध्याय के 8, 9, 10, 12 और 14वें आयतों में ऐसा करने से, ऐसा प्रार्थना करने से कौन सा आशीष और प्रतिफल हम पाएंगे उसके बारे में परामर्श किया है। ദൈവം അനുവദിച്ചാൽ അവസാന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വിവരിച്ച് ചിന്തിക്കാം. परमेश्वर की अनुमति हो तो जब उसके अंत में आएंगे तो इस भाग को थोड़ा विस्तार से हम सोचेंगे. ഇനി നമ്മൾ ഈ ബന്ധനങ്ങൾ കയറി വരുന്ന അനുഭവങ്ങൾ ഏതെല്ലാം നിലയിലാണെന്നുള്ളത് നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ പഠിക്കാം. अब ये बंधन कैसे हमारे जीवन में आता है, इसको हम नया नियम से ही सीखेंगे. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 5:23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. पहला हमें जो ध्यान देना है मत्ती का सुसमाचार 5वां अध्याय उसका 23 से लेके 26वें आयत तक. ആമീൻ. ആ ഭാഗങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൊതുവിൽ അതിനകത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകുന്നു. जैसे पिछले दिनों में कहा उसको पढ़ना नहीं चाहेंगे, लेकिन समय की कमी के कारण आप लोग पढ़ लेना, बस उसमें से सार्वजनिक बातों को बताता हूँ. അവിടെ പറയുന്നത് അതിന്റെ ആരംഭത്തിൽ തുടങ്ങുന്നെങ്കിലാണ് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. वहां पर इस तरह से लिखा है कि हर कोई जो क्रोध करता है वो न्याय के लिए योग्य होगा. ഏതെങ്കിലും ഒരു സഹോദരനെയോ സഹോദരിയോ നിസ്സാരയായി കാണാൽ അത് ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുവാൻ അത് കാരണമാകും. और किसी भी भाई को आप अगर निकम्मा कहते हैं तो भी आप महासभा के दंड के सामने आने का योग्य होगा. हमें മൂഢ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെ മൂഢൻ നിലയിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി സൂക്ഷ്മ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്നാണ് കർത്താവ് പറയുന്നത്. और आगे को लिखा है अगर कोई अपने भाई को मूर्ख कहता है तो नरक की आग के दंड का योग्य होगा. അതുകൊണ്ട് നാം ഏതെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ ഇവ നമ്മുടെ കുടുംബ പ്രാർത്ഥന മാത്രമല്ല വ്യക്തിപരമായ ദിവസത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും വ്യക്തിക്ക് നമ്മളോട് ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും അവർക്കെതിരെ പ്രവർത്തിച്ചതായിട്ട് അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിച്ചിട്ട് വേണം നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാനെന്നാണ്. तो हमारी कोई भी प्रार्थना क्यों हो, वो निजी प्रार्थना हो, सामूहिक प्रार्थना हो, कलीसिया की प्रार्थना हो, किसी भी प्रार्थना का आरंभ करने से पहले अगर आपको लगे इनमें से कोई भी बात आपके जीवन में आया है जो दूसरे भाई को दर्द दिया है या बोझ दिया है, तो सबसे पहले उस भाई को बुलाकर इस मामले में आपको मेल मिलाप करना, उसी के बाद प्रार्थना को शुरू करना. അതിനെക്കുറിച്ചുള്ള വചനം ഏകദേശം ഈ നിലയിലാണ് പറയുന്നത്. സഹോദരൻ നിന്റെ നേരെ വല്ലത് കൊണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ആദ്യം നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനോട് പോയി നിരന്നിട്ട് വരിക, എന്നിട്ട് വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നാണ് അവിടെ പറയുന്നത്. वहां पर ऐसा लिखा है अगर तुझको ऐसा लगे कि तेरे भाई को तेरे खिलाफ कुछ है तो अपनी वेदी को भेंट को वहां पर रखकर पहले भाई से जाके मेल मिलाप कर उसके बाद आकर अपनी भेंट चढ़ा. ആമീൻ. അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി എനിക്കെതിരെ അത് ഭാരപ്പെട്ടിരിക്കുന്നോ എന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും പെരുമാറ്റ ദോഷം കൊണ്ട് കഴിഞ്ഞ കാലത്തിലെ പെരുമാറ്റ ദോഷം കൊണ്ട് ആമീൻ അതെ ഭാരത്തോടെ ഇരിക്കുന്നോ എന്ന് ദൈവസ്ഥൽ ഇന്ന് ആരാഞ്ഞറിയുകയും അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കൃത്യമായി നമ്മൾ വചനം അനുശാസിക്കുന്ന നിലയിലുള്ള നിരപ്പ് പ്രാപിക്കുകയും വേണം. तो ऐसा अगर हमको लगे या पवित्र आत्मा हमको इसका विवेक दे कि किसी भाई को हमारे विरोध में कोई मुश्किल है, उस भाई को एक बोझ है, तो परमेश्वर का वचन के अनुसार हमें उस भाई के साथ मेल मिलाप पैदा करना है. ആമീൻ. നമുക്ക് ആ വ്യക്തിയോട് ഭാരം ഒന്നും കാണത്തില്ല, എന്നാൽ ആ വ്യക്തിയുടെ ഭാരം ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ലെന്ന് വരികിൽ ആ വ്യക്തിയുമായിട്ട് ക്രമീകരണം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. हो सकता है हमें उस व्यक्ति के प्रति कोई भी बुरा विषय या कोई भी विचार नहीं हो, लेकिन अगर उस व्यक्ति को हमारे विरोध में कुछ है तो हमें जाकर मेल मिलाप करना ही होगा. ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, എന്റെ ഹൃദയത്തിൽ അങ്ങനെ പറയാനായിട്ട് ഒരു പ്രേരണ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഒരാളെ ദൈവവചനത്തിലെ വ്യവസ്ഥ ഉപദേശിച്ചിട്ട് ആ ഉപദേശിച്ചു കൊടുത്ത കൃത്യമായ വ്യവസ്ഥ അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് നമ്മളോട് ഇറങ്ങി നിൽക്കുന്ന വിഷയം ഇതിനകത്ത് ഒരു കാരണമാകുന്നില്ല.
अभी एक बात बताना चाहूंगा, ये प्रभु का आत्मा मुझे प्रेरणा देता है, इसलिए कहता हूँ परमेश्वर का सच्चा वचन उसको उपदेश करने से जो उसको पसंद नहीं, इस बारे में अगर उससे कोई मन मुटाव है तो उसके बारे में यहाँ नहीं लिखता। എന്നാൽ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തിയെ നിസ്സാരനാക്കുകയോ മൂട എന്നുള്ള നിലവാരത്തിൽ കാണുകയോ അനാവശ്യമായി കോപിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഭാരം വന്നെങ്കിൽ ആ വക കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. लेकिन हमारी व्यवहार में या चाल चलन के वजह से या हमारी किसी भी रीति की रिवाज के वजह से किसी व्यक्ति को इन तीनों की तरह अगर किसी को निकम्मा समझा है, किसी को मूर्ख समझा है या किसी को हमारे वजह से क्रोधित किया है, तो उस संदर्भ में हमें यहाँ के जैसा लिखा है वैसा मेल मिलाप को करना है. 100% നമുക്ക് പരിശുദ്ധാത്മാവിൽ ബോധ്യമുള്ള ഉപദേശങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഒരു വ്യക്തി ഇടറുന്നതിനെ കുറിച്ച് അല്ലെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു. और एक बार कहता हूँ 100% अगर परमेश्वर के वचन को या परमेश्वर का सुसमाचार सुनाने की वजह से अगर मनमुटाव है तो उसके बारे में यहाँ नहीं लिखा है. ആമേൻ. ആകയാൽ സഹോദരന് ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്മളോട് ഭാരമുള്ള വ്യക്തികൾ ഉണ്ടെന്നവരിൽ അവരോട് നമുക്ക് നിരക്കാൻ മനസ്സുണ്ടാകുന്നില്ലെങ്കിൽ ഇവിടെ പറയുന്നത് ആമേൻ നിന്റെ സഹോദരനോട് വഴിയിലുള്ളപ്പോൾ തന്നെ നിരന്നുകൊള്ളുക, അല്ലാഞ്ഞാൽ ആമേൻ നിന്നെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് അവസാനം പറഞ്ഞ ആ പാസേജ് നിർത്തുന്നത്. वहां पे लिखा है कि जब वो उसके साथ तो मार्ग हो उसी समय में तू उसके साथ मेल मिलाप कर ले, ऐसा ना हो तो तुझे हकीमों के हाथ में सौंपा जाएगा दंड देने के लिए. ആമേൻ. ആ ദണ്ഡനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ബന്ധനമാണ്. और ऐसा जो दंड हमारे जीवन में आने का एक संभावना है. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ പ്രാപിക്കാത്തതിനാൽ ചിലപ്പോൾ നമ്മൾ രോഗികളാകാൻ സാധ്യതയുണ്ട്. और ऐसा मेल मिलाप ना करने से हो सकता है हम बीमार पड़ जाए. ദുരാത്മാവിനാൽ നമ്മൾ ദണ്ഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആളുകൾ ആയിത്തീരാൻ സാധ്യതയുണ്ട്. दुष्ट आत्मा के द्वारा हम सताए जाए ऐसी अवस्था में हम पहुंच सकते हैं. സമയമുണ്ടായിരുന്നെങ്കിൽ ആ ഭാഗമൊക്കെ വിവരിക്കാമായിരുന്നു. അപ്പോൾ എല്ലാ രോഗങ്ങളുമല്ല, ചില പ്രത്യേക രോഗങ്ങൾ ചില വ്യക്തികൾ കൊടികൊള്ളുന്നതിന് പിറകിൽ അവർ ചില വ്യക്തികളുമായിട്ട് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ ആ രോഗം നിസ്സാരമായിട്ട് അവരെ വിട്ടുപോകാനുള്ളതേ ഉള്ളൂ. समय होता तो विस्तार से बताता हूं, लेकिन सब बीमारी नहीं, कुछ बीमारी कुछ लोगों के पीछे ऐसा लग जाता है, उसका कारण यही है उनके जीवन में मेल मिलाप का जरूरत है. जिस भाई के साथ उनको वो करना है, अगर एक बार वो मेल मिलाप कर ले तो वो बीमारी आराम से चला जाएगा और वो व्यक्ति जो है चंगाई पाएगा. ആമേൻ. ചില മാനസികമായ ചില ടെൻഷനുകൾ നിമിത്തം ടെൻഷൻ, അതുപോലെ തന്നെ ചില ഡിപ്രഷനുകൾ ഒക്കെ അനുഭവിക്കുന്നതിന് പിറകിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. मानसिक तनाव, निराशा जैसी बातें जो जीवन में आता है, इसके पीछे भी ऐसा कारण हो सकता है. സാക്ഷികൾ പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വ്യവസ്ഥകൾ മാത്രം സത്വങ്ങൾ കാര്യങ്ങൾ മാത്രം പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. गवाही देने के लिए समय नहीं है, इसलिए केवल इसके सिद्धांतों को बताकर आगे बढ़ना चाहूंगा. കർത്താവ് നൽകിയ എളിയ ശുശ്രൂഷയ്ക്കിടയിൽ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. यीशु मसीह ने दिया हुआ अनुभव और सेवकाई के बीच में ऐसे बहुत से संदर्भ को हमने देखा है, अनुभव किया है. അപ്പോൾ അനാവശ്യമായ ഒരു മാനസിക പ്രയാസത്തിന് ഇടയാക്കുന്ന ഏതെങ്കിലും അസ്വസ്ഥതകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ നമ്മുടെ ഭവനത്തിലോ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇടപാടുകളിലോ ഉണ്ടെന്ന് വരികിൽ ഞാൻ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഏതെങ്കിലും നിലയിൽ നിരപ്പ് പ്രാപിക്കാനുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന കാര്യമാണ്. अनावश्यक मनमुटाव या ऐसे प्रकार का कोई तनाव या दबाव हमारे अंदर है तो ये बेहतर होगा अपने आप को हम जांच ले, क्या किसी के साथ या किसी भाई को हमारे विरोध में ऐसा कोई विषय, ऐसा कोई मुश्किल की बातें हैं, इस बारे में जांच करना अच्छा होगा. ആമേൻ. രണ്ടാമത്തെ ദണ്ഡനം എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തിക്ക് നമ്മളോടുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനിയും പറയാൻ പോകുന്നത് നമ്മളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഭാരം ഉണ്ടാകുന്നുവെങ്കിൽ അത് നിമിത്തം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. तो पहला अगर ये बोला गया किसी को हमारे से कुछ विरोध में है, तो अब दूसरा जो है अगर हमें किसी के विरोध में कुछ है उस संदर्भ में लिखा गया है. ആമേൻ. ഇനി മർക്കോസിന്റെ സുവിശേഷം 11:25 കർത്താവ് പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവമക്കളോടായിട്ട് അന്ന് ശിഷ്യകളെ കണങ്ങളെ ചേർത്ത് പറഞ്ഞുവെങ്കിൽ അതെ ഇന്ന് ദൈവമക്കളോടായിട്ട് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വചനവിരുദ്ധമായ ഒരു ഭാരം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കണമെന്നാണ് പറയുന്നത്.
तो यहाँ पर जो वचन के अनुसार है, उस समय में अगर चेलों को ये बताया गया, तो अभी के जमाने में यीशु मसीह हमसे ये कहते हैं, प्रार्थना में हम जब खड़े होते हैं या प्रार्थना की तैयारी करते हैं, यदि हमारे मन में किसी की ओर से कुछ विरोध हो तो क्षमा करे, तो परमेश्वर के वचन के अनुसार और जो वचन लिखा है उस अनुसार उस अपराध को हमें क्षमा करना है। ഇടയ്ക്ക് ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ, ആദ്യം പറഞ്ഞാണ് തോന്നുന്നു, വീണ്ടും പറയട്ടെ. ഈ വക വചനങ്ങളൊന്നും അറിയാത്തവരാണ് ഈ ശുശ്രൂഷ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഉള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും ഗ്രഹിച്ചു വെച്ചിരിക്കുന്നതും ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതുമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ പ്രാപിക്കാൻ നമ്മൾ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ നമുക്കൊരു സ്വയശോധനയ്ക്ക് പരിശുദ്ധാത്മാവ് അവസരം ഒരുക്കുകയാണ്. आरंभ में जैसा कहा, और एक बार कहना चाहूंगा, मैं ये समझकर ये प्रचार नहीं करता कि आप लोग इसके बारे में नहीं जानते, लेकिन इसलिए करते हैं, इस बारे में हम जानते भी होंगे, हम दूसरों को प्रचार भी करते होंगे, दूसरों को इस वचन को लेकर सुधार की भी बातें करते होंगे, लेकिन कहीं ना कहीं लापरवाही की वजह से या अनदेखा कर इन बातों को अगर हमारे जीवन में अगर आया है, तो इस बारे में हमें नजरअंदाज ना करते हुए जब वचन सुनते हैं, अपने आप को जांचते हुए एक आत्मनिरीक्षण करने के लिए ये उपयुक्त हो। അതെ, ഈ പാൻഡമിക് പീരീഡില് വളരെ വില കൊടുത്ത് നമ്മളെ ഈ 21 ദിവസം ഇങ്ങനെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയും, അതെ, അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള സൂം മീറ്റിംഗിലൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ദൈവവചനം വളരെ സാഹസികമായിട്ടിരുന്നു കൊണ്ട്, വളരെ കഷ്ടപ്പെട്ടിരുന്നു കൊണ്ട് നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോൾ, ഇത്രമാത്രം വില കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഈ അനുഭവത്തിന്റെ നടുവിൽ ഒരു ചെറിയ കാര്യം കൊണ്ട് ആമേൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിക്കാതെ പോകരുത്. तो इतना कष्ट के साथ इस महामारी के बीच में भी 21 दिन के उपवास को जब हम लोग करते हैं, ऐसे जूम मीटिंग इंटरनेट के जरिए जब हम लोग वचन को सुनते हैं, साहसिकता के तौर पर जब वचन को इतना कष्ट से हम लोग सुनने के लिए समय को निकालते हैं, ऐसी छोटी छोटी कारणों की वजह से हमारा प्रार्थना का प्रतिफल नष्ट ना हो, इसलिए इन बातों को बताते हैं। അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിപ്പീൻ എന്നവിടെ പറയും. तो यहाँ पर लिखा है कि अगर प्रार्थना में खड़े होते समय हमें अगर मन में कुछ आए कि किसी के विरोध में कुछ है, तो उनसे क्षमा करने को वहां पर लिखा है। തുടർന്ന് മത്തായി സുവിശേഷം 18ന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ക്ഷമിക്കുന്നവർ എങ്ങനെ ക്ഷമിക്കണം എന്നവിടെ പറയുന്നു. അത് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. आगे मत्ती का सुसमाचार 18 उसका 33 से लेके 35 आयत तक जो क्षमा करते हैं वो कैसे क्षमा करना है लिखा है, हमें दिल से हृदय से क्षमा करना है। ഈ പറയുന്ന വാക്യങ്ങളെല്ലാം ഓർമ്മയിൽ നിൽക്കാത്തവർ കുറിച്ചു വെക്കുക, പിന്നീട് ശാന്തമായിട്ട് നിങ്ങൾ ധ്യാനിക്കണമെന്ന് വളരെ വിനീതമായി ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. और जो भी वचन यहाँ पर बताते हैं, आप लोग उसको अंकित करके कहीं पर लिख लेना, और बाद में जब समय मिले, नहीं समय निकाल कर इन वचनों को आप जरूर मनन करना। ഒരു സ്വയപോഷയ്ക്ക് വേണ്ടി പറയുകയല്ല, ദൈവമക്കളുമായിട്ട് ഈ വചനശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ മുഖാന്തരം എനിക്ക് അവസരം ഒരുക്കിയ ആ തിങ്കളാഴ്ച മുതൽ അതെ പൂർണ്ണമായി ഞാൻ ഉപവാസം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ ഈ പകൽക്കാലങ്ങൾ മുഴുവനും മറ്റൊരു കാര്യത്തിലും അധികം മുഴുകാതെ ദൈവവാദികളിൽ ഇരുന്നതിന് ശേഷമാണ് നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്നത്. अपनी बड़ाई के लिए ये बात नहीं कहता, लेकिन जब से ये वचन के बारे में मुझको बताया गया था, उस समय से लेके पूर्ण रूप से उपवास में ना ही सही, लेकिन अधिकांश समय और किसी बात में ना लगते हुए केवल आप लोगों के साथ प्रचार करने के लिए परमेश्वर के सम्मुख में बैठकर पवित्र आत्मा से प्रेरणा मिलने वाली बातों को आप लोगों को बताते हैं। മുന്നോട്ട് പോകട്ടെ. എല്ലാവരുടെയും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. सारी महिमा परमेश्वर को देते हैं, हम आगे बढ़ेंगे। ആമേൻ. അപ്പോൾ ക്ഷമിക്കുന്നവർ ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് ആ 18ന്റെ 33 മുതൽ 35 വാക്യങ്ങളിൽ പറയുന്നു. तो उस 18 का 33 से लेके 35 तक जो क्षमा करता है वो दिल से क्षमा करे, ऐसा लिखा गया है। അതിന്റെ കാരണം എന്താണെന്ന് 21 മുതൽ 35 വാക്യങ്ങൾ ആ പാസേജ് മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. और उसका कारण जो है 21 से लेके जब हम आगे पढ़ेंगे तो वो पूरा जो परछाई को अगर हम पढ़ेंगे तो ये समझ जाएंगे। അതിന്റെ ആക്ഷരിക അർത്ഥം പറയാതെ രാജ്ഞീയ അർത്ഥം പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു അപ്പച്ചൻ അന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോൾ ഈ ആയുസ് മുഴുവനും അതുവരെയും ചെയ്തിരുന്നതായ ബൃഹത്തായ പാപങ്ങൾ ഒരു മിനിറ്റ് പോലും എടുക്കാത്ത നമ്മുടെ ആ ചെറിയ സമയത്തെ പ്രാർത്ഥനയിൽ മുഴുവനും ദൈവം നമുക്ക് ക്ഷമിച്ചു തന്നിട്ട്
അങ്ങനെ ഒരു പാപം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയെ പോലെ നമ്മളെ ആ നിമിഷം മുതൽ കണ്ട് നമ്മളെ നീതീകരിച്ചു എന്നുള്ള കാര്യം മറക്കരുത്. तो इसका सारांश में इस तरह से कहना चाहूंगा, जिस दिन हमने मन फिराया और उद्धार पाया, उस समय जिस तरह से यीशु मसीह ने हमारे उत्पन्न से लेके जन्म होने से लेके उस समय तक जितना भी पाप किया, उन तमाम पापों को इस तरह से क्षमा कर दिया जैसे हमने कभी पाप किया ही नहीं हो, और हमारे 1 मिनट की प्रार्थना में हमारे तमाम पापों को क्षमा करके ऐसा जो हमें बना दिया जैसे हमने बिल्कुल भी पाप नहीं किया, और इस तरह से हमारे पाप को हटाकर हमें धर्मी बनाया, इस बात को आप भूलना नहीं। റോമാലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നീതീകരണം എന്ന വിഷയം പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കത് വ്യക്തമാക്കുന്നത്. रोमर की पत्री के आधार पर जब धर्मी बनाने के विषय को हम पढ़ते हैं तो इस तरह से हमें धर्मी ठहराया गया। അപ്പോൾ ഇത്ര ബൃഹത്തായ പാപങ്ങളുടെ കൂന ദൈവം നമുക്ക് ഈ മനോഹരമായ തേജസ്സിൽ ക്ഷമിച്ചു തന്നെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഒരുപക്ഷെ വാസ്തവമായി അവന് സംഭവിച്ച ചില കാര്യങ്ങളാണെങ്കിൽ പോലും അവയെ കണക്കിടാതെ ആ ചെറിയ ചെറിയ കാര്യങ്ങളെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നാം കടപ്പെട്ടവരാണ്. तो इस तरह से हमारी ऐसे महान बड़े बड़े पापों को परमेश्वर ने अगर क्षमा किया है तो हो सकता है हमारे भाइयों ने सचमुच हमारे विरोध में कुछ किया है, ऐसा हो तो भी उसका हिसाब ना लगाते हुए उसको क्षमा करने के लिए हम कर्जदार है। ആമേൻ. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കൊലോസ്യ ലേഖനം 3:12 മുതൽ 14 വരെ നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. कोलोसियों की पत्री 3 का 12 से 13 तक इसके बारे में पढ़ना अवश्य है। हृदयपूर्वक कैसे क्षमा करते हैं। അവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നതുപോലെ നമ്മളും അന്യോന്യം ക്ഷമിക്കുകയും എന്നാണ്. वहां पे आखिर में लिखा है जिस तरह से यीशु मसीह ने हमें क्षमा किया है उस तरह से हमें एक दूसरे को क्षमा करना है। ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്തവർ എത്ര പേരുണ്ടെന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. कौन ऐसा करता है, कितने लोग ऐसा करते हैं, ये सब हमें हिसाब लगाने की कोई जरूरत नहीं। ദൈവത്തിന്റെ വചനം പറയുന്നു വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. परमेश्वर का वचन कहता है बुलाए जाने वाले अनेक है लेकिन चुने जाने वाले कम लोग हैं। ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്ത് വിശ്വസ്തർ എത്ര പേരെന്ന് നോക്കിയിട്ട് അവരെയാണ് കർത്താവ് തന്റെ കാന്തിയാക്കി മാറ്റുന്നത്. और उन चुने हुओं में से भी जांच पड़ताल करके जितने लोग उसके विश्वास योग्य है केवल उसी को दुल्हन बनाया जाता है। ആ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങിയാൽ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതുകൊണ്ട് അത്രയും മാത്രം പറഞ്ഞ് മടങ്ങി വരട്ടെ. अगर इस बात को अगर आगे बढ़ाया जाए तो दूसरा विषय में पहुंचेंगे, इसलिए उसको उतना कहकर छोड़कर वापस अपने विषय में आता हूँ। അപ്പോൾ കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ക്ഷമ കൊടുക്കുന്നവർക്ക് ക്ഷമിച്ചു കൊടുക്കണം. यीशु मसीह ने जैसे हमारे पापों को क्षमा किया बिल्कुल वैसे ही हमें भी एक दूसरे से हृदय से उनके पापों को क्षमा करना है, अपराधों को क्षमा करना है। ആ ക്ഷമയുടെ ക്ലാരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഒരിക്കൽ നമ്മുടെ ഒരു പാപം ക്ഷമിച്ചതാണെങ്കിൽ കർത്താവ് ക്ഷമിക്കുക മാത്രമല്ല കർത്താവ് അത് ഓർക്കുക പോലുമില്ല. तो बस यीशु मसीह के बारे में कहा जाए तो यीशु मसीह का स्वभाव है एक बार अगर हमारे पाप को वो क्षमा करता है तो वो केवल क्षमा करता है, इतना ही नहीं क्षमा करने के साथ उस पाप को हमेशा के लिए वो भूल जाता है। യോബിന്റെ പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഒരു സഞ്ചിയിൽ കെട്ടി പറ്റിച്ച് മുദ്ര വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നുവെങ്കിൽ മീഖ 7 വരുമ്പോൾ നാം അനുവദിച്ച് പാപം എഴുതി പറഞ്ഞ് ക്ഷമ പ്രാപിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടിരിക്കുന്നെന്നാണ് പറയുന്നത്, ഇടുന്നെന്നാണ്. अयुब में पढ़ते हैं हमारे तमाम पापों को एक झोली में दिलाकर उस पर मोहर लगाया गया है, लेकिन मीखा में जब आते हैं तो पढ़ते हैं अगर हम मन फिराकर हमारी पापों का क्षमा मांगते हो उसी पाप की पोटली को समुद्र की गहराई में परमेश्वर फेंक देता है। വീണ്ടും സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ പാപങ്ങളെ നാം ക്ഷമിച്ച പാപങ്ങളെ നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകറ്റിക്കളഞ്ഞിരിക്കുന്നതാണ്. और भजन संगीता में हम पढ़ते हैं सूर्योदय जिस तरह से सूर्यास्त में जितना अंतर है उतना अंतर में उसने हमारे पाप को हटा दिया है। ഒരിക്കലും വിഷമിക്കരുത്. നമ്മൾ പണ്ട് ചെയ്ത തെറ്റുകൾ എത്തി പറഞ്ഞ് ഉപേക്ഷിച്ച് പിന്നെയും കർത്താവ് ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിഷമിക്കരുത്. അവൻ ക്ഷമിച്ചതാണെന്ന് വരികിൽ അവൻ പിന്നെ ഓർക്കുന്നില്ല, അവൻ അത് മറന്നു കളയുകയാണ്. कभी भी इस बात में व्याकुल नहीं होना, चिंतित नहीं होना कि मेरे पाप को जो क्षमा किया है उसे यीशु मसीह याद रखता है। अगर वास्तव में यीशु मसीह ने हमारे पापों को क्षमा किया है तो उस दिन के बाद से वो हमारे उस पाप को कदापि याद नहीं रखता। അതെ, ഈ നമ്മുടെ ഭാഷയ്ക്കെല്ലാം അതിന്റെ പരിമിതിയുണ്ട്. ഈ പറയുന്ന ഭാഷയ്ക്കും അപ്പുറത്ത് തേജസ്സേറിയ അവസ്ഥയിൽ ദൈവം നമുക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്ന ആത്മാവിന്റെ ഭാഷയിൽ നാം തിരിച്ചറിയുക.
हम लोग को जो भी भाषा हम इस्तेमाल करते हैं उसकी एक सीमा है, इससे ज्यादा इसको समझा नहीं सकते, लेकिन आपको समझने के लिए एक अनुग्रह का एक क्षमा उससे भी परे हमको मिल चुका है, ऐसा आत्मा में आप लोग विश्वास कर लेना। അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തു. तो हम ऐसा समझ सकते हैं यीशु मसीह क्षमा भी करता है और उसको भूल भी जाता है। ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. परमेश्वर की हम महिमा करें, हालेलुया। ആമേൻ. അതെ, അപ്പോൾ കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തുവെങ്കിൽ നാം ഒരു വ്യക്തിക്ക് ക്ഷമ കൊടുത്താൽ ക്ഷമ മാത്രമല്ല കൊടുക്കേണ്ടത്, ആ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണം. तो अगर यीशु मसीह ने हमें क्षमा किया और भूल गया है, हम एक व्यक्ति को जब माफ करते हैं तो सिर्फ क्षमा नहीं देना, साथ साथ उसके अपराध को हमें भूल जाना है। ഷാജിന്റെ ഭയങ്കരമായ ഒരു തന്ത്രം എന്ന് പറയുന്നത്, നാം മറക്കേണ്ടത് അവൻ നമ്മളെ കൊണ്ട് മറപ്പിക്കത്തില്ല, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ കൊണ്ട് നമുക്ക് മറവിയിട്ട് നമ്മളെ കൊണ്ട് മറയിപ്പിച്ചുകൊണ്ടിരിക്കും. शैतान का बहुत बड़ा एक षड्यंत्र है, जिस बारे में हमको याद रखना है उसको शैतान हमें भुला देता है, और जो बारे में हमको भूल जाना चाहिए उसे हमें याद दिलाकर उसको हमें कहलाते रहेगा। അവിടെ നാം പ്രാർത്ഥിച്ച ദൈവത്തിന് കൃപ പ്രാപിച്ച് മറക്കേണ്ടതെല്ലാം മറക്കുകയും ഓർക്കേണ്ടതെല്ലാം ഓർക്കുകയും ചെയ്യുക. ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കുകയും വരുത്. और वहां पे प्रार्थना करके परमेश्वर का अनुग्रह को हम पाए, जिसे भूलना है उसे भूल जाए, जिसे याद रखना है उसे याद रखे, जिसे भूलना है उसे याद ना रखे, और जिसे याद रखना है उसे भूल ना जाए। ആമേൻ. അങ്ങനെ ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ അത് നിമിത്തമുള്ള ദണ്ഡനങ്ങൾ നമ്മളെ വിട്ടുമാറുകയാണ്. ऐसे हृदय से जब हम क्षमा करेंगे, उसके निमित्त जो दंड हमको मिलना है वो दंड हमसे हट जाएगा। ആമേൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ 18 മത്തായി 18 33 മുതൽ 30 വായിക്കുമ്പോൾ അവസാന ഭാഗം എന്ന് പറയുന്നത് അവൻ നമ്മളെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ്. तो वहां पर जो मत्ती का सुसमाचार 18 उसका 33 में जब मरते उसके आखिर में लिखा है, हमें दंड देने वालों के हाथों में सौंप देगा। അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടു, ആമേൻ, സഹോദരൻ നമ്മളോട് വല്ലതും ഉണ്ടായിട്ട് ആ വ്യക്തിയുമായിട്ട് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമ്മൾ തടവിലായി പോകുമെന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ പറയുന്നു നാം ക്ഷമിക്കേണ്ടതുപോലെ ഹൃദയപൂർവ്വം കർത്താവ് നമുക്ക് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. तो पहले जहां पर लिखा गया कि जो हमारे प्रति विरोध में करता है उसको अगर हम लोग मेल मिलाप ना करें हमें बंदी गृह में डाला जाएगा। यहाँ पर लिखा है जिनको क्षमा करना है उनको हृदय से अगर हम क्षमा नहीं करेंगे तो दंड देने वालों के हाथ में हमें सौंपा दिया जाएगा। ആമേൻ. ആ ദണ്ഡനത്തിന്റെ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് ക്ഷമിച്ചു തരേണ്ടത് പലതും അവൻ ക്യാൻസൽ ചെയ്ത് കളയും. और वो दंड का दूसरा एक दंड क्या है, ये है परमेश्वर जो हमें क्षमा करना है वो क्षमा हमारे जीवन से कैंसिल हो जाएगा। ആമേൻ. മാത്രമല്ല ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷനെയും അവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയും. और इतना ही नहीं, परमेश्वर जो हमें सुरक्षा देता है वो सुरक्षा को भी रद्द किया जाएगा। ദൈവം നമ്മൾക്കുള്ള പ്രൊട്ടക്ഷനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? परमेश्वर ने हमें जो सुरक्षा दिया है उसको रद्द करेंगे तो फिर हमारी अवस्था क्या होगा? നാം ഈ പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഏറ്റവും അധികം സംരക്ഷണം ലഭിക്കേണ്ട, സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ്. हमारे इस समय में, इस जमाने में परमेश्वर से जितना हो सके उतना सुरक्षा मिलने का एक समय है। ഇന്നലെ രാത്രി നമ്മൾ പഠിച്ചതുപോലെ ഈ കാര്യത്തിലുള്ള ഈ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം ചെയ്യുന്നവർക്കാണ് ദൈവം ഉത്തരവാദിയായിരിക്കുന്നത്. कल रात में जैसा हमने सुना, ऐसा परमेश्वर की पूर्ण इच्छा को करने वालों के लिए परमेश्वर की सुरक्षा है। മറ്റു വലിയ വലിയ കാര്യങ്ങളുടെ ശ്രദ്ധയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തുനിന്ന് പോകാതെ ഒരു ലൂപ്പ് ഹോൾ ഇവിടെ ഉണ്ടാകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. बड़े बड़े बातों को ध्यान देते हुए जब जाते हैं तो इन छोटी छोटी बातों में हमारे जीवन में कोई हानि ना पहुंचे, उसके लिए हमको नजर देना है। ഇതിനോട് ബന്ധപ്പെട്ട് ധാരാളം വാക്യങ്ങളുണ്ട്, ഞാൻ വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു വിടാം, ദൈവമക്കളെ നോട്ട് ചെയ്ത് കൊള്ളുക. इसके लिए बहुत से संबंधित वचन है, वचनों को बताता हूँ, आप लोग नोट कर लेना। കൊലോസ്യ ലേഖനം 3:12 മുതൽ 14 വരെ മുമ്പേ പറയുകയുണ്ടായി. കൊലോസിയോं की पत्री 3 का 12 से 14 लेके पहले मैंने बताया। ഇതിന്റെ കൂടെ നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-4 വാക്യമാണ്. ലൂക്ക 17 से 3 और 4 पढ़ लेना। ക്ഷമിക്കുന്നതിന്റെ തേജസ് എത്ര വലുതാണെന്ന്, അത് ഏത് നിലയിലാണ് ക്ഷമിക്കുന്നത് അവിടെ വിശദീകരണമുണ്ട്. और क्षमा करने का महिमा कितना है और कितना महान होता है क्षमा करने वाला, उसके बारे में वहां अंकित किया गया है।
ഒരാളെ ഒരു ദിവസം 7 പ്രാവശ്യം നമുക്കെതിരെ പിഴയ്ക്കുകയും 7 പ്രാവശ്യം വന്ന് ക്ഷമ ചോദിച്ചാൽ ആ 7 പ്രാവശ്യവും നമ്മളെ ക്ഷമിച്ചു കൊടുക്കാൻ വേണമെന്നാണ് ലൂക്കോസ് 17 അവിടെ പറയുന്നത്. लूका रचित 17 में ये लिखा है कि एक व्यक्ति अगर हमारे साथ जो है अगर दिन में 7 बार भी अपराध करे तो 7 बार हम उसको क्षमा करके दे, ऐसा लिखा है. ആമേൻ. മത്തായി 6:14-15 കൂടെ വായിക്കുമ്പോൾ ആമേൻ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ശപിക്കാതെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. मत्ती 6 का 14-15 में हम पढ़ते हैं, जो हमारे खिलाफ अपराध करते हैं उनको श्राप नहीं, उनके लिए प्रार्थना करना, उन्हें आशीष देना, ऐसा लिखा है. എപ്പോഴും ചെയ്തിട്ടില്ലെന്ന് വരികിലും ഓർത്തിക്കട്ടെ, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഈ 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ കിഴക്കുള്ളവരെയും പടിഞ്ഞാറുള്ളവരെയും തെക്കുള്ളവരെയും വടക്കുള്ളവരെയും ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരെല്ലാവരും ഏത് വിധത്തിലുള്ളവരായാലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്ന് പറയാനിടയായിത്തീരും. अगर हर रोज ना सही, लेकिन जब भी आपको स्मरण करे, याद आए, आप लोग इस बात को करना, हर रोज सुबह उठकर अपने हाथों को चारों दिशाओं की ओर फैलाकर आप कहना कि इन चारों दिशाओं में जितने लोग भी रहते हैं सब लोगों को प्रभु के नाम में सब आशीष पाए, वो कैसे भी लोग क्यों ना हो, परमेश्वर उनको आशीष दे, ऐसा आशीष देकर अनुग्रह करके प्रार्थना करना. और वो हृदय से आपको वो आशीष बोलना है. അതെ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം എന്നാണ് സ്വർഗം പറയുന്നത്. परमेश्वर का वचन कहता है क्योंकि आशीष के लिए हम बुलाए गए हैं, हम आशीष देने वाले बनना है. നമ്മൾ ആരെയാണ് അനുഗ്രഹിക്കുന്നത്? हम किसको आशीष देना है? നമ്മുടെ ഹിതം പോലെ ചെയ്യുന്നവരെയാണ് നമ്മൾ പലപ്പോഴും അനുഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. हमारी इच्छा के अनुसार करने वाले जिसे हम पसंद करते हैं, ऐसे लोगों को हम आशीष देते हैं, ऐसा मुझे लगता है. ഓർക്കണം, നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഹൃദയമുണ്ടെന്ന് വരികിൽ നമുക്കെതിരെ ദോഷങ്ങൾ പ്രവർത്തിക്കുന്നവരെ കൊണ്ടാണ് നമുക്ക് കൂടുതലും പ്രയോജനമുള്ളത്. लेकिन हमारे जीवन में संयम और धीरज और क्षमा का भाव है, तो जो हमारे खिलाफ अपराध करते हैं उन लोगों से हमें लाभ होता है. അത് നിത്യതയിൽ ചെന്നതിന് ശേഷം മാത്രം മനസ്സിലാക്കുന്നവരായി മാറരുത്. और वो केवल अनंतता में पहुंचने से समझने वाले नहीं बनना. കർത്താവ് പറഞ്ഞല്ലോ, സകല മനുഷ്യരും നിങ്ങളെ പഴിച്ച് ദുഷിച്ച് നിങ്ങളുടെ പേര് വെടക്കെന്ന് എണ്ണുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഡാൻസ് ചെയ്യുവിൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ. നൃത്തം ചെയ്യുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാകുന്നു എന്ന് പറയുന്നു. यीशु मसीह ने कहा, लोग जब तुम्हारी निंदा करते हैं, तुम्हारी मजाक उड़ाते हैं और तुम्हारा नाम को काट दिया जाता है, तभी तुम आनंदित करो. अंग्रेजी का अनुवाद में लिखा है कि तुम नाचो गाओ, क्योंकि तुम्हारा जो प्रतिफल है वो स्वर्ग में बड़ा प्रतिफल होगा. अब इवर निमित्त നമുക്ക് ഒത്തിരി പ്രതിഫലം സ്വർഗ്ഗത്തിൽ കിട്ടാനുണ്ട്. तो इन लोगों की वजह से स्वर्ग में बहुत प्रतिफल हमको मिलने की संभावना है. നമുക്ക് ധാരാളമായി പ്രതിഫലം സമ്പാദിച്ചു തരുന്ന വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണ്ടേ? और ऐसा जो प्रतिफल हमको कमा कर देते हैं, क्या उनसे प्रेम नहीं करना? അവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണ്ടേ? क्या हमें उन्हें आशीष देकर प्रार्थना नहीं करना है? ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. परमेश्वर सहायता करे. धन्यवाद. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണം എന്നാണ്. परमेश्वर ने अपनी प्रार्थना जो चेलों को सिखाया, उसमें भी यीशु मसीह ने ऐसा ही सिखाया. जिस तरह से हम अपने अपराधियों को हमारे अपराध क्षमा करते हैं, हमारे अपराध तू हमें क्षमा कर. ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥമാറ്റിക്സ്, അതിലെ ഓരോ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ച് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. मेरी राय तो ये है कि यीशु मसीह ने जो प्रार्थना हमको सिखाया, चेलों को सिखाया, उनमें से हर एक लफ्ज का, हर बयान का मतलब को समझकर हमें वैसा ही प्रार्थना करना है. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. वो हमारे जीवन में आशीष होगा. നാം എത്ര വലിയ പ്രാർത്ഥന വീരന്മാരായി കഴിഞ്ഞാലും അതെ, ആ അടിസ്ഥാന പ്രാർത്ഥനയ്ക്കകത്ത് നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ സകല പ്രാർത്ഥനയും പോകേണ്ടത്. हम प्रार्थना में कितना भी बड़ा योद्धा या पराक्रमी क्यों ना हो, वो आधार का, नींव का जो प्रार्थना है, उसी के बुनियाद पर हमारी प्रार्थना उसके अंतराल में होना है. ആ പ്രാർത്ഥനയുടെ വ്യവസ്ഥയിലാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. उस प्रार्थना की व्यवस्था के आधार पर हमें अनुग्रह परमेश्वर करता है. അപ്പോൾ നാം ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ദണ്ഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായി പോകാതിരിക്കാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവരായി തീരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. तो दंड देने वाले के हाथों में सौंपे ना जाए, इसके लिए हृदय से हम क्षमा करने वाले बने. प्रभु हमारी सहायता करे. ഇത് ചെയ്യാത്തവരുടെ മേൽ ഉണ്ടാകുന്ന ദണ്ഡനമാണ് രണ്ടാമതപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചത്.
तो ऐसा यात्रा करने वालों के ऊपर जो होने वाली जो दंड है उसके बारे में हमने दूसरा पढ़ा। ഇനി കുറച്ചുകൂടെ അതേ ഗൗരവമുള്ള മറ്റൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. अब थोड़ी गहराई का और एक बात हम सीखने वाले हैं। തെറ്റിക്കലി ഇതുവരെ പറഞ്ഞത് ഗൗരവമുള്ളതല്ലെന്നുള്ള അർത്ഥത്തിലല്ല, ഓരോ സ്റ്റെപ്പുകൾ കഴിയുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഗൗരവമുള്ള വിഷയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. इसका मतलब ये नहीं कि अभी तक जो कहा उसमें कोई गंभीरता नहीं है, वो भी गंभीर है, आगे आगे जब बताएंगे और भी गंभीरता बढ़ते रहेगा, ये मतलब है। ആമീൻ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂന്നാമത്തെ നമ്മുടെ ചുറ്റും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ബന്ധനം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അടിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്നത് ആമീൻ ആരുടെയും കുറ്റം നമ്മൾ പറയരുത്. अब तीसरा जो बंधन है जिसके बारे में अगर है तो जो हमको खोलना है उसमें चंगाई पाना है, किसी का भी हमें दोष नहीं कहना है। ആമീൻ. ചിലപ്പോൾ ചിലരുടെ കുറ്റം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചിലര് പ്രാർത്ഥിക്കാനെന്നും പറഞ്ഞാണ് പറയുന്നത്. कुछ लोगों की गलती दूसरों को इस तरह से बताते हैं और बोलते हैं कि प्रार्थना करने के लिए बताया। ആമീൻ. അതെ, പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ പോലും നമ്മൾ പറയാൻ പോകുന്ന കാര്യം സത്യമായ ഒരു കാര്യമാണെങ്കിൽ പോലും മറ്റൊരാളോട് നമ്മൾ പറഞ്ഞു പരത്തരുത്. अभी प्रार्थना करने के लिए भी उस शीर्षक में क्यों न कहे और कहने वाली बात 100% सच भी क्यों ना हो, लेकिन एक दूसरे व्यक्ति के बारे में तीसरे व्यक्ति को कभी कुछ नहीं बताना। നമ്മൾ തന്നെ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ. हम स्वयं इस बातों को लेकर प्रार्थना कर लेना। ആളിനെ കുറിച്ച് അത്രയ്ക്ക് ആത്മഭാരം ഉണ്ടെന്ന് വരികിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യനോടും പറയാതെ പ്രാർത്ഥിക്കുക. उस व्यक्ति के बारे में इतना आत्मिक बोझ अगर आपको है तो आप अकेले उस व्यक्ति के लिए प्रार्थना करना, किसी को कुछ मत कहना। ആമീൻ. അതിന് വിരോധമായിട്ട് നമ്മൾ മറ്റൊരാളുടെ സത്യമായ ഒരു കാര്യമാണെങ്കിൽ പോലും ആ ആളിന്റെ കുറ്റം വേറൊരാളോട് പറഞ്ഞ് അത് പരത്തിയാൽ അത് എങ്ങനെയുള്ള കാര്യമായിരുന്നാലും ആ വ്യക്തിയെ നമ്മൾ പരിഹസിക്കുകയാണ് ഒന്നാമത്. और इस तरह से एक व्यक्ति का गलती वो कितना भी सच क्यों ना हो, वो अगर तीसरे व्यक्ति को हम बताते हैं तो वो जिस भी प्रकार से आप बताते हो तो वो हम उस व्यक्ति की निंदा करते हैं। ആമീൻ. മാത്രമല്ല അതൊരു വ്യക്തിഹത്യയാണ്. ആ വ്യക്തിയുടെ മേൽ നമ്മൾ കൊലപാതകം നടത്തുകയാണ്. इतना ही नहीं, वो एक व्यक्ति के ऊपर करने वाला व्यक्ति हत्या है जो एक कत्ल के समान है। അത് വലിയ ബന്ധനമായി മാറും ജീവിതത്തിൽ. वो हमारे लिए एक बहुत बड़ा बंधन बन जाएगा। മാത്രമല്ല അങ്ങനെ നമ്മൾ ഒരാളുടെ കുറ്റം വേറൊരാൾ പറയുമ്പോൾ അതിന്റെ പിന്നണിയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആ വ്യക്തിയേക്കാൾ ഞാൻ ഭേദമാണെന്ന് വാക്കുഭാഷണം കൂടാതെ സമർത്ഥിക്കുക. और इस तरह से एक दूसरे व्यक्ति का गलती हम तीसरे को जब बताते हैं तो बिना कुछ कहे हम उसको ये स्थापित करते हैं कि मैं उस व्यक्ति से बेहतर हूँ, अच्छा हूँ। അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ നിഗളം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന കാര്യമാണ്. वो हमारे जीवन में आत्मिक घमंड उत्पन्न करता है। ആമീൻ. ആമീൻ. ഓർത്ത് നോക്കുക, നമ്മുടെ കർത്താവ് ആരുടെയെങ്കിലും കുറ്റം വേറൊരാളോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ? आप लोग स्मरण कीजिए, यीशु मसीह ने क्या किसी की गलती, किसी का दोष किसी को बताया, ऐसा आप पढ़ते हैं? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദന വിതച്ച ഒരു ശിഷ്യൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു. നാം ഏവരും അറിയുന്ന യൂദ. यीशु मसीह के साथ जो है अपने जीवन में सबसे बड़ा दर्द बोने वाला चेला यहूदा यीशु मसीह के साथ था, हम जानते हैं। പിതാവായ ദൈവത്തിന്റെ തിരിഹിതത്തിനകത്ത് അദ്ദേഹവും തന്റെ ശിഷ്യഗണത്തിനകത്ത് ഉണ്ടായിരിക്കണമെന്ന് തിരുവെഴുത്തിന്റെ നിവർത്തി പ്രകാരം ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാണ്. और पिता परमेश्वर की पूर्ण इच्छा के अनुसार, उस सिद्ध इच्छा के अनुसार, वचन में लिखे गए जोने के अनुसार उसको चुना गया था। അദ്ദേഹം കടന്നു വന്നപ്പോൾ തന്നെ ഒരു പിശാചാണ് അദ്ദേഹം എന്ന് കർത്താവിന് അറിയാമായിരുന്നു. और जिस समय वो आया उसी समय यीशु मसीह जानते थे कि वो शैतान है। സുവിശേഷം ശരിക്കും വായിച്ചിട്ടുള്ളവർക്കെല്ലാം ഞാൻ ഈ നാം ചിന്തിക്കുന്ന ഭാഗം ബോധ്യമുള്ളതാണ്. सुसमाचार जिसने भी अच्छे से पढ़ा हो उन तमाम लोगों को ये भाग याद होगा, स्मरण होगा। എന്നാൽ നമ്മുടെ കർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്തിന്റെ അവസാനത്തെ നിമിഷം വരെ ഈ യൂദായെ കുറിച്ച് കർത്താവ് ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. लेकिन इस यूदा के बारे में यीशु मसीह इस संसार से उठा लिया जाना उस समय तक किसी को कुछ नहीं कहा। തന്റെ മാറോട് ചേർന്നിരിക്കുന്ന താൻ വളരെ സ്നേഹിക്കുന്ന അരുമ ശിഷ്യനായ യോഹന്നാൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തോട് പോലും പറഞ്ഞില്ല. और अपना सबसे प्रिय चेला योहन्ना जो है उसको भी उसने ये नहीं बताया। പത്രോസിനോട് ഒട്ടുമേ പറഞ്ഞിട്ടില്ല. पतरस को तो बिल्कुल भी नहीं बताया। പിന്നെ ബാക്കിയുള്ള കാര്യം പറയാനുമില്ലല്ലോ. बाकी लोगों की बात तो कहना भी नहीं। ആമീൻ. എന്നാൽ കർത്താവ്
അവസാന നിമിഷത്തിൽ പരോക്ഷമായിട്ടാണ് പറഞ്ഞത്, ആ തിരുവത്താഴ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. लेकिन आखिरी समय में उस प्रभु भोज के उस समय में उस आखिरी भोजनालय के समय में कहा, तुम में से एक मुझे पकड़वाएगा. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ചോദിക്കുകയാണ് ഞാനോ 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 എന്ന്. और सब चेले पूछते हैं, क्या मैं हूँ, क्या मैं हूँ, क्या मैं हूँ. ആവേശം കയറിട്ട് പത്രോസ് യോഹന്നാനെ റെക്കമെൻഡ് ചെയ്യുകയാണ്, നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. और इतनी उत्सुकता बढ़ गया, पतरस ने यूहन्ना को पूछा, तू पूछकर समझ ले कौन है. അപ്പോൾ യോഹന്നാൻ വളരെ രഹസ്യമായിട്ട് കർത്താവിന്റെ മാറോട് ചേർന്ന് ചെവിയിലോട്ട് ചോദിച്ചു, കർത്താവേ അതാരാണെന്ന് ചോദിച്ചു. और ऐसे समय में यूहन्ना ने उसके पास जाकर उसके कान में फुसफुसाया और पूछा कि वो कौन है. ഓ, ഇപ്പൊ ഞാൻ ഇതെല്ലാം റിവീൽ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് കർത്താവ് ഉച്ചസ്വരത്തിൽ പറഞ്ഞുമില്ല. അതിന്റെ മറുപടി അദ്ദേഹത്തോട് അതേ സാവകാശത്തിൽ ചെവിയിൽ വളരെ രഹസ്യമായിട്ടാണ് പറഞ്ഞത്, എന്റെ കൂടെ ഇപ്പോൾ കൈ താലത്തിനകത്ത് മുക്കുന്നവനെ നോക്കിക്കോ, അവനാണെന്ന് രഹസ്യത്തിൽ പറഞ്ഞു. तो यीशु मसीह ने वो सार्वजनिक तौर पर ऊंचे स्वर में नहीं बोला, मैं अब सब कुछ बताने वाला हूँ. जिस तरह से उसने धीमे से पूछा, उसी तरह धीमे से यूहन्ना को बताया, उस पर ध्यान दो जो अब मेरे साथ इस प्याले में हाथ डालने वाला है. ഇങ്ങനെ നാം മറ്റുള്ളവരുടെ രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തിപരമായി ആ വ്യക്തിയുടെ യഥാസ്ഥാപനത്തിനായിട്ടും മാനസാന്തരത്തിനായിട്ടും ചെവിക്ക് ചെവി അറിയാതെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറണം നമ്മൾ. इस तरह से एक व्यक्ति का रहस्य को किसी को ना बताते हुए हमारे दिलों में उसको रखते हुए, किसी के कानों कान खबर ना होते हुए उस व्यक्ति का मन फिराव के लिए और उस व्यक्ति का पुनर्स्थापन के लिए हमको प्रार्थना करते रहना है. ആമീൻ. ഇടയ്ക്ക് ഞാനൊരു വാക്യം എടുത്ത് പറഞ്ഞോട്ടെ, മനസ്സിലേക്ക് വളരെ ശക്തമായി പ്രകാശിച്ചു വരുന്നത് കൊണ്ട് പറയുകയാണ്. സദൃശവാക്യം 24:3-4. नीति वचन 24 उसका 3 और 4 ये वचन मेरे दिल में उमड़ आ रहा है, इसलिए इसको बताना चाहूंगा. ഞാൻ ആ വാക്യം ദൈവമക്കളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. मैं वो वचन पढ़ना चाहूंगा. नीति वचन 24 उसका 3 और 4. ആമീൻ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയത് മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. घर बुद्धि से बनता है और समझ के द्वारा स्थिर होता है. ज्ञान के द्वारा कोठरियां सब प्रकार की बहुमूल्य और मन भावु वस्तुओं में भर जाती है. നമ്മുടെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, നമ്മുടെ ഭവനമാകട്ടെ, നാം സ്നേഹിക്കുന്ന നമ്മുടെ ആത്മീയ കൂട്ടായ്മയാകട്ടെ, നാം ആയിരിക്കുന്ന പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പദ്ധതി ആയിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ നാം ഉപയോഗിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1 ജ്ഞാനം, 2 വിവേകം, 3 പരിജ്ഞാനം. तो इसे हमारे जीवन में हमेशा स्मरण रखना. हमारी निजी जीवन में, हमारी पारिवारिक जीवन में, हमारी कलीसियाई जीवन में, हम किसी भी संगठन में क्यों ना हो, कोई भी संस्था में क्यों ना हो, 3 बातों को हमारे मन में हमेशा रखना. एक, हमें बुद्धि का इस्तेमाल करना है. दूसरा समझ और तीसरा ज्ञान. ये 3 हमेशा हमारे साथ हो. ഈ 3ഉം അതിന്റെ ഹാർമണി ജീവിതത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിയുടെ ജീവിതം സുരക്ഷിതമായിരിക്കും, കുടുംബം സുരക്ഷിതമായിരിക്കും, സഭ സുരക്ഷിതമായിരിക്കും. നിങ്ങളൊരു പ്രസ്ഥാനത്തിലായിരിക്കുന്നു, നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ പ്രസ്ഥാനം സുരക്ഷിതമായിരിക്കും. നിങ്ങളൊരു ബിസിനസ് മേഖലയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ അതെ സുരക്ഷിതമായിരിക്കും. നിങ്ങളൊരു മേലുദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ നിങ്ങൾ സുരക്ഷിതമായിരിക്കും. നിങ്ങളൊരു കീഴുദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ നിങ്ങൾ സുരക്ഷിതമായിരിക്കും. എവിടെയും നിങ്ങൾ സുരക്ഷിതമായിരിക്കും. ഈ 3 കാര്യങ്ങളെ ഹാർമണിയിൽ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, इन 3 बातों को एकता के साथ या एक साथ अगर हम इस्तेमाल करेंगे तो हमारा निजी जीवन क्यों ना हो, हमारी पारिवारिक जीवन क्यों ना हो, हमारी कलीसियाई जीवन क्यों ना हो, हमारी सामूहिक जीवन क्यों ना हो, हम जिस दफ्तर में क्यों ना हो सकता है हम किसी बड़े ओहदे पर हो, हम किसी का वरिष्ठ नेता क्यों ना हो, हर पद्धति पर, हर ओहदे पर अगर ये 3 बातें हमारे जीवन में हो तो हम सुरक्षित रहेंगे. ആമീൻ. അവിടെ 3 കാര്യം പറഞ്ഞു. 1 ജ്ഞാനം, 2 വിവേകം, 3 പരിജ്ഞാനം. वहां पर 3 बातों के बारे में परामर्श किया है. एक बुद्धि, दूसरा समझ, तीसरा ज्ञान. ആമീൻ. ആ 3നെ ഇംഗ്ലീഷിൽ ഞാൻ പറയാതെ തന്നെ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ മനസ്സിലാകുന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമീൻ. വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. तो उसको अंग्रेजी में जो अनुवाद किया है, विजडम, अंडरस्टैंडिंग और नॉलेज, बुद्धि, समझ और ज्ञान. ആമീൻ. അത് ജ്ഞാനം, വിസ്ഡം, വ്യക്തികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ദൈവം എന്ന കൃപയിൽ നമുക്ക് ഇപ്പോൾ വരെയുള്ള അറിവ്,
जो ज्ञान जो है, जो व्यक्ति प्रभु ने हमको दिया है, उनके बारे में अभी तक जो जानकारी हम रखते हैं, നാം ഇടപെടുന്ന ഏത് വ്യക്തിയെക്കുറിച്ചും നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം. और जिस भी व्यक्ति के साथ हम हमारा हमारा व्यवहार होता है, उसके बारे में एक जानकारी होना है, നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു അറിവുണ്ട്. एक सामान्य समझ हमारा है. അതിനപ്പുറത്തെ ആ വ്യക്തി ആരാണെന്നുള്ളത് ആ വ്യക്തിയുടെ പ്ലസ് പോയിന്റുകളും മൈനസ് പോയിന്റുകളും നാം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതെ മനസ്സിലാക്കിയെടുക്കണം. उससे बढ़कर उस व्यक्ति का जो प्लस और माइनस है, दोनों ही बातों को हमें समझ लेना है. അമീൻ അമീൻ. അതിനുശേഷം മൂന്നാമതായിട്ട് അറിഞ്ഞതിന്റെയും മനസ്സിലാക്കിയതിന്റെയും അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ അപകടമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്, നോളജ്. और इस तरह से जो समझ मिला है, जो बुद्धि मिला है, दोनों जानकारी के साथ उस व्यक्ति को संभाल कर जो हम उसको हैंडल करते हैं, उसको उस विषय को हम मानते हैं, इसको हम कहते हैं ज्ञान. ആമീൻ. അതിനെക്കുറിച്ചാണ് ഒന്ന് കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നത്, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, താനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. पहले कोरिन्थी 2 का आखिर में हम जानते हैं कि जो मसीही है वो सब लोगों को विवेक कर लेता है या ज्ञान लेता है, लेकिन वो स्वयं जो है किसी से भी ऐसा उसका जांच नहीं होता. ആമീൻ. അതിനകത്ത് മനസ്സിലായി, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, താനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നാം അറിഞ്ഞും മനസ്സിലാക്കിയും എടുത്ത കാര്യങ്ങൾ നമ്മുടെ അകത്തു നിന്ന് വേറൊരാളെ വിവേചിച്ചെടുത്തോണ്ട് പോകത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. और उसका मतलब वो जो है पहली कोरिन्थी 2 का 15 में है, आत्मिक जन सब कुछ जांचता है, परंतु वह आप किसी से जांचा नहीं जाता. इसका मतलब और कोई हमारे इधर से कुछ जांच कर हमारे अंदर की बातों को ले नहीं जाएगा. കർത്താവായ യേശുപ്പച്ചന്റെ മനസ്സ് അങ്ങനെയുള്ളതായിരുന്നു, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. यीशु मसीह का मन इसी तरह से था, जिसको यीशु का मन कहते हैं. ആമീൻ. അതെ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഉപദേശിക്കാൻ കഴിയുന്നവൻ ആരെന്ന് അവിടെ ചോദിക്കുന്നു. यीशु मसीह का मन को जांचकर कौन उसको उपदेश दे सकता है, ऐसा वहां सवाल किया है. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞിട്ട് വേണമല്ലോ കർത്താവിനെ ഉപദേശിക്കാൻ. परमेश्वर का मन जानकर ही उसको हम सलाह दे सकते हैं. അതിന്റെ അർത്ഥം ദൈവമക്കളായ നമ്മളിങ്ങനെ പറയരുത്, അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കണ്ടെന്ന് ഉപദേശിക്കണ്ട എന്ന് പറയണമെന്നല്ല അതിന്റെ അർത്ഥം. इसका मतलब ये नहीं कि मसीह लोग ये कहे कोई मुझे कोई उपदेश ना दे. നാം പഠിച്ചു വരുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ദോഷം വരുന്ന നിലയിൽ നമ്മുടെ അകത്തു നിന്ന് മറ്റുള്ളവരിലേക്ക് ഒരു വാക്കുപോലും പോകരുതെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. परमेश्वर का जो उद्देश्य इतना ही है कि एक व्यक्ति के बारे में हमने अगर कुछ बातों को समझ लिया है, तो हमारे द्वारा वो बात किसी और को ना पहुंचे जो उसको हानिकारक हो, ये उसका मतलब है. ആമേൻ. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവിലുള്ള ആ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. और इसके बारे में समझने के लिए यूहन्ना का सुसमाचार 2 अध्याय में हम आएंगे. ആമേൻ. യോഹന്നാന്റെ 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. 2 का 24 और 25. ആമേൻ. യേശു എല്ലാവരെയും അറിയ കൊണ്ട് തന്നെത്താൻ അവരുടെ മക്കൾ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. परंतु यीशु ने अपने आप को उनको भरोसा पर नहीं छोड़ा. ആമീൻ. 25-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യനിലുള്ളത് എന്തെന്ന് അവിടുന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. 25वां आयत, और उसका प्रयोजन न था कि मनुष्य के विषय में कोई गवाही दे, क्योंकि वह आप ही जानता था कि मनुष्य के मन में क्या है. യൂദാ എങ്ങനെയുള്ളവനാണ്, അതെ മറിയ എങ്ങനെയുള്ളവളാണ്, അതെ യോഹന്നാൻ എങ്ങനെയുണ്ട്, പത്രോസ് എങ്ങനെയുണ്ടെന്ന് യാക്കോബിനോട് അന്ത്രയോസിനോട് ചോദിച്ച് കർത്താവിന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. का मतलब यही है कि यूहन्ना कैसा है, मरियम कैसी है और पतरस कैसा है, ये सब किसी और को पूछकर जानने का यीशु मसीह को कोई जरूरत नहीं था. ആമീൻ. നമ്മുടെ ബലഹീനതയാണ് മറ്റുള്ളവരെ കുറിച്ച് നാം വേറെ ചിലരോട് ചോദിച്ച് അറിയുക എന്ന് പറയുന്നത്. हमारी कमजोरी है, हम दूसरे के बारे में तीसरों को पूछकर जानने की कोशिश करते हैं. ആമീൻ. അതേ എന്താ പറയേണ്ടത്, ആമീൻ, ഒരു വ്യക്തി ഒരു പക്ഷേ ആമീൻ നമ്മുടെ അടുക്കൽ ഒരാളുടെ കുറ്റം ഇങ്ങനെയാണ് ആ വ്യക്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ആ വാക്കിനെ ദൈവ സ്നേഹത്തിൽ വളരെ പരിജ്ഞാനത്തോടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട്
എനിക്ക് വല്ലതും അറിയണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ ചാപ്റ്ററുടെ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മുടെ സേഫ്റ്റി. अब अगर कोई हमसे आकर किसी के बारे में अगर कुछ गलत बात को या फिर उसका दोष को बताता है, वो सच हो सकता है। उस व्यक्ति को इस तरह से कहना, अब मुझे इसके बारे में कुछ जानना नहीं है, कुछ जानना है तो मैं यीशु से, परमेश्वर से मैं जांच कर लूंगा। अब हम उस व्यक्ति के लिए प्रार्थना करते हैं। इस तरह से उसको बंद करना आपकी सुरक्षा के लिए अच्छा होगा। ആമേൻ. ഇത് നമ്മുടെ സുരക്ഷത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ये हमारी सुरक्षा के लिए हमारे हृदय में संभालना बहुत जरूरी है। ആമേൻ. യെശയ്യാപ്രവാചന പുസ്തകം 28:20 വായിക്കുമ്പോൾ ഇതിന് വിരോധമായി പ്രവർത്തിച്ചാൽ അത് നമുക്ക് ബന്ധനമായി വീഴുമെന്ന് അവിടെ പറയുന്നുണ്ട്. यशायाह नबी की किताब 28 के 20 में हम पढ़ते हैं, इसके खिलाफ अगर हम काम करते हैं तो ये हमारे लिए बंधन ठहरेगा। നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകുവാൻ നിങ്ങൾ പരിഹാസികളാകരുത് എന്നാണ് അവിടെ പറയുന്നത്. तुम्हारी बंधन वो टाइट ना हो, इसके लिए तुम टट्टी उड़ाने वाले ना बनो, ऐसा वहां लिखा है। 1 യോഹന്നാൻ 3:15 പഠിക്കുമ്പോൾ സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകൻ എന്ന് പറയുകയാണ്. पहले यूहन्ना में हम पढ़ते हैं, जो भी अपने भाई से बैर रखता है वो सब कातिल है। ഒരാൾ വളരെ സ്നേഹത്തോടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദോഷങ്ങളെ കുറിച്ച് ആ മറ്റേ വ്യക്തിയോട് നമ്മൾ ചെന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വം അവിടെ കൊല ചെയ്യപ്പെടുകയാണ്. एक बार एक व्यक्ति जिससे प्यार करता है उसको जाकर हम तीसरे व्यक्ति का दोष जब बताते हैं, वहां पर उसकी हम हत्या करते हैं। അതുകൊണ്ടാണ് കുറ്റം പറച്ചില് വ്യക്തിഹത്യയാണ്, കുലപാതകമാണെന്ന് പറയാനിടയായിട്ടുള്ളത്. और इसीलिए किसी के बारे में दोष लगाना वो व्यक्ति हत्या है, वो हत्या के समान है, ऐसा कहते हैं। റോമർ 14:4 പഠിക്കുമ്പോൾ മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ നമ്മൾക്ക് ആദിവാദം ദൈവം തന്നിട്ടില്ല എന്ന് കാണുന്നു. रोमर की पत्री 14:4 में देखा है, किसी और के दास को जांचने का, न्याय करने का अधिकार हमको नहीं दिया गया है। ആമേൻ. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-ാം അധ്യായമാണെന്ന് അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യെരൂശലേം ദൈവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോശുവ പുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു എന്ന് പിശാച് അവിടെ വന്ന് പ്രസ്താവിക്കുന്നതായിട്ട് കാണുന്നു ദൈവത്തോട്. जकरिया में हम देखते हैं, वहां पर जो है यरूशलेम का मंदिर का जब काम का निर्माण चलते रहता है, वहां पर शैतान आकर परमेश्वर को कहता है कि जो वहां का नबी है, जो वहां का महायाजक है, उसका वस्त्र मैला हुआ है। ആമീൻ. ആ സമയത്ത് കർത്താവ് കൊടുക്കുന്ന മറുപടി അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണെന്നാണ് പിശാചിനോട് പറയുന്നത്. और उस समय वो शैतान से कहता है, वो आग से निकाला गया हुआ एक लकड़ी है। നാം ആരുടെയെങ്കിലും കുറ്റം പറയുമ്പോൾ, വിശേഷാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളുടെയോ കർത്തദാസന്മാരുടെയോ കുറ്റം പറയുമ്പോൾ അത് എത്ര അപകടമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. तो इस तरह से किसी व्यक्ति के बारे में जो हम दोष लगाते हैं, जिसके बारे में विरोध में बात करते हैं, तो वो कितना गंभीर है वो यहाँ पे हम समझ सकते हैं। വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ കർത്താവ് ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കുക. अब दूसरे के बारे में सोच लो कि वो आपस में इस तरह से कहता है। ആമേൻ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മരിച്ചിട്ട് നിൽക്കുകയാണ്, നീയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? अब यीशु मसीह पूछता है, मैं तो उस व्यक्ति के लिए मरकर खड़ा हूं, तू क्या किया? ऐसा सवाल करेगा तो हमारा कोई उत्तर नहीं होगा। ഈ ലോകത്തിലെ ഏത് മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയും, ഇവന് വേണ്ടി ഞാൻ മരിച്ചിട്ട് നിൽക്കുകയാണ്. ये संसार का कोई भी इंसान को देखकर यीशु मसीह कहेगा, इसके लिए मरकर मैं यहाँ खड़ा हूँ। ആ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിവില്ലാത്ത നമ്മൾ കുറ്റം പറയുന്നത് മാത്രമാണ് ശുശ്രൂഷയെങ്കിൽ നമ്മൾ എവിടെ ചെന്നെത്തും? अगर ऐसा जो किया हुआ व्यक्ति के सामने अगर हमारी छोटी उंगली भी अगर हम इस्तेमाल करते हैं, तो ऐसा अपराध हमें कहाँ ले जाएगा? സദൃശവാക്യം 17:13 വായിച്ചു നോക്കുക. ഒരു വലിയ അപകടം നമുക്ക് കാണാൻ കഴിയും. नीति वचन 17 का 3 देखे। ഈ കാര്യങ്ങളെല്ലാം തിരുവചനത്തിൽ കൂടെയാണ് ദൈവമക്കളെ പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തില്. ये तमाम बातें परमेश्वर के वचन के आधार पर मैं साबित करके दे रहा हूँ। ആമേൻ. 17:13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. 17 का 13 में हम इस तरह से देख सकते हैं। ആമേൻ. അവിടെ ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. जो कोई भलाई के बदले में बुराई करे, उसके घर से बुराई दूर न होगी। ആമേൻ. അതേ കുറ്റം പറച്ചിൽ വ്യവസായമാക്കിയിരിക്കുന്ന ഒരു ഭവനത്തിൽ നിന്ന് തിന്മ ഒരിക്കലും വിട്ടുമാറുകയില്ല. किसी के बारे में दोष लगाना व्यवसाय बनाया हुआ या आदत बनाया हुआ घर से बुराई कभी ना हटेगा, ऐसा वहां लिखा है। ആമേൻ. ഇത് ഈ വിഷയം കർത്താവിനെ വ്യക്തിപരമായി പഠിപ്പിക്കാനിടയായ ഒരു സന്ദർഭമുണ്ട്. ये विषय को व्यक्तिगत तौर पर परमेश्वर ने मुझे सिखाया, ऐसा एक संदर्भ है।
നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ കർത്താവ് പഠിപ്പാതെ ദൈവത്തിന് പഠിച്ച വകയിൽ ഉണ്ടായിരുന്നു. परमेश्वर के वचन से पहले से सिखा हुआ कुछ बातें मेरे अंदर था, എന്നാൽ അതൊന്നും വകവയ്ക്കാതെയും അംഗീകരിക്കാതെയും ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് വളരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. लेकिन उसको ध्यान न देते हुए मेरे जीवन में भी दूसरों के बारे में दोष लगाने का एक स्वभाव कभी था। ആമേൻ. ഒരു സന്ദർഭം ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ചോട്ടെ. ഒരു ദിവസം ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ ഒരു കുടുംബാംഗവുമായിട്ട് അടുത്തിരുന്നു കൊണ്ട് മറ്റൊരു ബന്ധുവിന്റെ ചില കാര്യങ്ങൾ, വാസ്തവമായ ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അത് ചില മണിക്കൂറോളം നീളുന്ന ഒരു കുറ്റം പറച്ചിലിന്റെ ശുശ്രൂഷയായി മാറി. और एक बार मेरे एक सगे संबंधी के साथ मेरा दूसरा एक बंधु के बारे में बात करने लगा जो सच था, और इस तरह से वो घंटों तक चलने वाली दोष का सेवकाई बन गया। ആമേൻ. ആ വ്യക്തിയും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആമേൻ. ഓർപ്പിക്കട്ടെ, ഇത് ദൈവമക്കൾ ആരുടെയും കാര്യമല്ല. ആമേൻ. ദൈവദാസന്മാരുടെയും കാര്യമല്ല. എന്റെ ഒരു കുടുംബ ബന്ധുവിന്റെ കാര്യമാണ് സംസാരിച്ചു കൊടുക്കുന്നത്. और वो व्यक्ति भी उद्धार पाया हुआ व्यक्ति है। साथ साथ मैं ये कहना चाहूंगा, ये किसी भी मसीह व्यक्ति का बात नहीं है, मेरा अपना पारिवारिक सगे संबंधी का बारे में है। ആ സംഭാഷണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ അകത്ത് ഭയങ്കര കുറ്റബോധം വരാൻ തുടങ്ങി. और वो चर्चा के बाद हम दोनों अपने अपने राह चला गए, लेकिन उसके बाद मेरे हृदय में बहुत बड़ा ठोकर लगने लगा। ഞാനൊരു പ്രവാചകനോ വെളിപ്പാട് കാണുന്ന വ്യക്തിയൊന്നുമല്ല. मैं कोई भविष्यवक्ता या दर्शन देखने वाला व्यक्ति नहीं हूँ, എങ്കിൽ പോലും എന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കൃപയാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാകും. फिर भी मेरे अंदर पवित्र आत्मा कुछ बातों को जो बताते हैं वो अनुग्रह से मुझे पता चलता है। അമ്മേ, കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. कुछ समय के बाद पवित्र आत्मा स्पष्ट रूप से मुझसे बात करने लगा। അമ്മ എന്നെ ശാസിക്കുന്നത് പോലെ എനിക്ക് തോന്നി. मुझे डांट रहा है ऐसा मुझे लगा। എനിക്ക് എന്തോ ഒരു വല്ലാത്ത കുറ്റബോധം ഉണ്ടായി. एक बहुत बड़ा पश्चाताप, एक दोष मुझे लगने लगा। ആമേ, എന്റെ ഉള്ളിൽ അത് പറയാൻ തുടങ്ങി, നീ നിന്റെ ബൈബിളും എടുത്തുകൊണ്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് വരിക. और मेरे अंदर मुझे ऐसा उद्बोधना मिला कि अपनी बाइबल को उठाकर प्रार्थना कमरे में आ। ഞാൻ പെട്ടെന്ന് ഞാൻ സാധാരണ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ്. ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഞാൻ അവിടെ എന്റെ ബൈബിളും ഒരു നോട്ട് ബുക്കും ഒരു പേനയും കൂടെ എടുത്തുകൊണ്ടിരിക്കാൻ ഒരു പ്രേരണ ഉണ്ടായി. ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. और अभी जहाँ पर आप बैठे हैं वहीं पर नजदीक में प्रार्थना के लिए बैठे हैं, उस जगह पर प्रार्थना नोटबुक और पेन को लेकर मैं प्रार्थना के लिए बैठा। ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലും മറ്റൊരാളോട് വേറൊരാളുടെ കുറ്റം പറയുന്നത് എത്ര അപകടമാണെന്നും അത് വരുത്തി വെക്കുന്ന വിനകൾ എത്ര ഭയങ്കരമാണെന്നും ഈ പ്രവണത വിട്ട് ഇന്ന് തന്നെ മാറണമെന്നുള്ളത് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഒട്ടേറെ വചനങ്ങൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് ബോധ്യപ്പെടുത്തി തരാൻ തുടങ്ങി. और मैं किसी के बारे में अगर वो सच ही क्यों ना हो, लेकिन वो दोष अगर तीसरे को बताता हूं तो वो कितना बड़ा अपराध है और उसका प्रतिफल क्या है, उसका नतीजा क्या होता है, इन तमाम बातों को पवित्र आत्मा वचन के रूप से एक एक करके मुझे बताने लगा। കർത്താവിനെ പഠിപ്പിച്ച കാര്യങ്ങൾ മണിക്കൂർ കണക്കിന് പറയാനുള്ളതുണ്ട്. और इस परमेश्वर ने जो मुझे सिखाया वो घंटों बोलना है। വേറെ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ വളരെ ചുരുക്കി അതിന്റെ കൊച്ചു ഭാഗം മാത്രം പറഞ്ഞു വിടുകയാണ്. लेकिन अन्य बातों को भी बताना है, इसलिए बस उसमें से संक्षेप के कुछ बातों को बताना चाहूंगा। ദൈവത്തെ സ്നേഹിക്കുന്നവരാണല്ലോ, ദൈവനെ പഠിക്കുന്ന സ്വഭാവം നമുക്കുണ്ടല്ലോ. ആമേൻ. കുറ്റം പറച്ചിലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ നിലപാട് എന്താണുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും പഠിപ്പിക്കട്ടെ. परमेश्वर का वचन को सीखने के लिए रुचि रखने वाले हम लोग हैं। ऐसा दोष बोलने वालों के बारे में परमेश्वर की आत्मा और अपेक्षा क्या करता है, इस बारे में प्रभु हम सबको सिखाए। ഞാൻ വളരെ കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചത് നോട്ട് ചെയ്ത് വെക്കുവാനിടയായി തീർന്നു. और बहुत सी बातें जो परमेश्वर ने सिखाया वो सब नोट करके रखने लगा। ആ സമയത്ത് കർത്താവ് ഇടപെട്ട കാര്യങ്ങൾ ചിലതും കൂടെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. और उस समय में प्रभु ने जो मुझसे भेंट किया उनमें से कुछ बातों को यहाँ पर मैंने बताया। ചിലരുടെ ജീവിതത്തിന്റെ ഒരു തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ് അത് എന്താണ് ഈ കുറ്റം പറച്ചിൽ എന്ന് പറയുന്നത്. कुछ लोगों के जीवन में ये एक पेशा बन चुका है, दूसरों का गलती बोलना, दोष बोलना। ആമേൻ. ഇനി ഈ വിഷയം പഠിച്ചുകൊണ്ടപ്പോൾ കുറച്ചുകൂടെ ഗഹനമായിട്ട് ഈ വിഷയം പഠിക്കണമെന്ന് ചിന്ത എന്നെ ഭരിച്ചു. अब जब ये सीखा तो और गहराई से इस विषय को सीखना है, ऐसा एक चिंता मुझ में आया। അപ്പോൾ ഞാൻ പഠിച്ച ഭാഗയിൽ നിന്ന് ഒരു കാര്യം കൂടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഓർമ്മിക്കുന്നു. उस समय मैंने जो सीखा उसमें से एक भाग अभी मैं याद दिलाता हूँ। ഈ പിശാച് എന്ന വാക്കിനെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഡിയാബലോസ് എന്നാണ്. शैतान का जो ग्रीक या यूनानी में जो वाक है वो डियाबलोस है। ആ ഡിയാബലോസ് എന്ന വാക്കിനെ മലയാളത്തിൽ ശരിക്കും പരാവർത്തനം ചെയ്ത് ഗ്രീക്ക്
ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ ശരിക്കും പരാവർത്തനം ചെയ്തെടുത്താൽ അവൻ പരദൂഷണ വ്യവസായി എന്ന് കാണാൻ കഴിയും. और डियाब्लोस को अच्छे से अगर हम उसका अनुवाद और सही मात्रा में उसका मूल भाषा से अनुवाद करें तो ऐसा दूसरों को दोष बोलने वाला, इस तरह से उसका मतलब निकलता है। വെളിപ്പാട് ദിവസം 12:10 അവന്റെ വ്യവസായത്തെ കുറിച്ച് പറയുന്നുണ്ട്. और प्रकाशित वाक्य में हम जानते हैं शैतान के व्यवसाय के बारे में वहां पर परामर्श किया है। ആമേ കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് ദിവസത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയമാകുമ്പോൾ അതെ അവന് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിടുന്ന ഭാഗം അവിടെ പറയുകയാണ്. परमेश्वर की कलीसिया को जब उठा लिया जाएगा उस समय में शैतान को उसकी अनुमति किया हुआ समय के लिए यहाँ पर छोड़ दिया जाएगा, उस बारे में वहां लिखा है। അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവ സന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. वहां पर ऐसा लिखा है, हमारे भाइयों के ऊपर दिन रात दोष लगाने वाले उस दोषी को धकेल दिया गया है। അവൻ വേറെ എങ്ങുമല്ല പറയുന്നത്, ദൈവത്തിന്റെ അടുക്കലാണ് പറയുന്നത്. वो किसी और के पास जाके नहीं बोलता, वो परमेश्वर के पास जाके दोष लगाता है। ദൈവമക്കൾ ചിന്തിക്കുന്നു പിശാചിനെ ദൈവത്തിന്റെ അടുക്കൽ ഒരു സഹോദരനെ, നമ്മുടെ ഒരു സഹോദരനെ കുറിച്ച് സത്യമല്ലാത്ത ഒരു പോസ്റ്റും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ കഴിയുമെന്ന്. क्या हम सोचते हैं शैतान परमेश्वर के पास हमारे एक भाई के बारे में जो सच नहीं है ऐसा झूठ लेके वो कभी जा सकता है? കാരണം സത്യമെന്ന മറുപേരുള്ള നമ്മുടെ ദൈവത്തിനെ അവൻ പോസ്റ്റ് പറഞ്ഞാൽ അന്നേരമേ പിടികിട്ട് വന്ന് വിവരമുള്ളവനാണ് പിശാച്. क्योंकि हमारा परमेश्वर जो उर्फ नाम सच्चाई जिसका उर्फ है वो परमेश्वर के सामने झूठ लेके जाएगा तो वो निश्चित वो नहीं खड़ा होगा, वो जानता है। അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് കുറ്റം പറയാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മളെ പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് ഒരു പാപം ചെയ്യിപ്പിച്ചിട്ട്, ഒരു തെറ്റ് ചെയ്യിപ്പിച്ചിട്ട്, നിന്റെ പ്രിയ മകൻ ഇതാ, നിന്റെ പ്രിയ മകൾ ഇതാ ഇന്ന തെറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ആ സത്യമായ കാര്യം ചെന്ന് പറയുന്നത്. और इसीलिए वो हमें गलत करने का प्रेरणा देके हमसे पाप करवाने के बाद हमारे उस पाप को ले जाकर वो परमेश्वर को जाके दोष लगाता है। അപ്പോൾ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഈവിൾ സ്പിരിറ്റ് എന്തിനത് ചോദിച്ചാൽ ആ തെറ്റ് ചെയ്തിട്ട് വേണം നമ്മളെ കുറിച്ച് ദൈവസന്നിധിയിൽ കുറ്റം പറയാനായിട്ട്. तो वो हमारे लिए गलती कराने वाला, प्रेरणा देने वाला वो दुष्ट आत्मा हमसे क्यों करवाता है? ताकि हम वो गलती पाप में गिर जाए और हमारी उस गलती को परमेश्वर के पास जाके हमारा ही दोष बनाकर उसको बता दे। അപ്പൊ ഒരു വ്യക്തി സത്യമായിട്ടും ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ കുറ്റം പറയുന്നതിനെയാണ് അപവാദം എന്ന് പറയുന്നത്, അല്ലാതെ പോസ്റ്റ് പറയുന്നതിനെ കുറിച്ച് അല്ല. तो एक व्यक्ति जो सचमुच जो अपराध किया है उस अपराध को जो कहता है उसको दोष लगाना कहते हैं, झूठ बोलने को नहीं। പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപവാദം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് പറയുന്നതാണെന്നാണ്. അതും അപവാദത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. എന്നാൽ അപവാദത്തിന്റെ റൂട്ട് പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്ന സത്യപ്രസ്താവന കുറ്റപ്പറച്ചിലായിട്ടുള്ളതാണെങ്കിൽ അത് ആ സത്യമാണെങ്കിൽ പോലും അത് അപവാദമാണ്. तो लेकिन दोष लगाने का मतलब बहुत लोगों ने ये समझ लिया है कि किसके बारे में जो नहीं है, मनगढ़ंत कहानी है, इसको बताना है, वो उसका भाग जरूर है। लेकिन अगर किसी व्यक्ति के बारे में सच भी क्यों ना हो, वो एक अपराधी की तरह उसका दोष अगर किसी और को बताते हैं तो वो भी दोष लगाना है। ഇങ്ങനെ പരദൂഷണം വരുത്തിയാൽ, കുറ്റം പറച്ചിലുണ്ടായാൽ അതുകൊണ്ട് ഞെരുക്കമേ ഉണ്ടാകത്തുള്ളൂ എന്ന് സദൃശവാക്യം 15:25 കാണുന്നു. और ऐसा दोष लगाने से या दोष का पेशा अगर हम करते हैं तो जैसे हमने नीति वचन में पढ़ा, उसके घर से बुराई नहीं हटेगा। എവിടെയെങ്കിലും പോയിച്ച് വന്നിട്ട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ടായിരിക്കും പ്രാർത്ഥന ആരംഭിക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരെ सब लोग नहीं, कुछ लोग ऐसा भी करते हैं, पति पत्नी परिवार समेत बाहर जाकर घूमकर वापस आते हैं, परिवार की प्रार्थना में बैठने से पहले लोगों का दोष बोलने के बाद प्रार्थना करते हैं। ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോഴും ഈ കുറ്റം പറച്ചിലെ വ്യവസായം നടക്കാറുണ്ട്. और खाने के मेज के चारों ओर जब बैठ कर खाना खाते हैं उस समय में भी दूसरों का दोष बोलते हैं। മറ്റൊരാൾക്ക് അപകടം വരുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞു വരുത്താൻ പാടില്ല. दूसरे के जीवन में हानि लाने वाली किसी भी बात को कभी भी हमें फैलाना नहीं है। അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്ന് കെടുതികൾ വിട്ടുമാറത്തില്ല. അത് ദണ്ഡനത്തിന്റെ ഒരു ഭാഗമാണ്, ബന്ധനത്തിന്റെ ഒരു ഭാഗമാണ്. और ऐसे परिवारों में से बुराई कभी नहीं हटेगा, वो दंड का एक भाग है। ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിയില്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വരെ നമ്മുടെ പേര് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. और ऐसा काम अगर हम छोड़ नहीं देते तो जीवन के पुस्तक में से भी हमारा नाम रद्द किया जा सकता है। സങ്കീർത്തനം 69:26 മുതൽ 28 വരെ വായിക്കുക. भजन संहिता 69 उसका 26 से लेके 28 तक पढ़े.
69-ന്റെ 26 മുതൽ 28 വരെ 69 का 26 से लेके 28 तक അവിടെ കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. वहां पर थोड़ा और कठोरता से लिखा गया है. അതിങ്ങനെ നമ്മൾ വായിക്കുന്നു, നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു, നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു, അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുത്, ജീവന്റെ പുസ്തകത്തിൽ അവരെ വായിച്ചു കളയണമേ. वहां पर इस तरह से हम पढ़ते हैं भजन संहिता 69 उसका 26 से लेके 28, क्योंकि जिसको तूने मारा वे उसके पीछे पड़े हैं और जिनको तूने घायल किया वे उसकी पीड़ा की चर्चा करते हैं, उनके अधर्म पर अधर्म बढ़ा और वे तेरे धर्म को प्राप्त ना करे, उनका काम जीवन की पुस्तक में से काटा जाए, वह धर्मियों के संग में लिखा न जाए. ദൈവമക്കൾ പ്രാർത്ഥനയോടെ സമയമെടുത്ത് ഈ വാക്യങ്ങളുടെ അർത്ഥം പഠിക്കണം. मसीह लोग प्रार्थना के साथ समय लेकर इन वचनों का अर्थ को ग्रहण कर ले. ഞാൻ മനസ്സിലാക്കിയത് എന്റെ ഭാഷയെ ചുരുക്കി ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. अपनी भाषा में इसको सारांश में ऐसा बताना चाहूंगा. ഒരാള് തെറ്റ് ചെയ്തിട്ട് ആ ആള് മാനസാന്തരപ്പെടാതെ ഇരിക്കുന്നതിനാൽ ദൈവം അദ്ദേഹത്തെ ബാലശിക്ഷയിലൂടെ കടത്തിവിട്ട് ദൈവം ദണ്ഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടാൽ അവൻ ഇന്ന തെറ്റ് ചെയ്തതിന്റെ ദോഷമാണ് ഇപ്പം ദൈവം അവന് കൊടുത്ത ഈ അനുഭവം എന്ന് നാം വേറൊരാളോട് പറയരുതെന്നാണ് പറയുന്നത്. इसका मतलब इतना ही है, एक व्यक्ति ने कोई पाप किया या मसीह के राज से जलने के वजह से परमेश्वर ने अगर उसको दंड दिया है और ऐसा दंड और उसके कष्ट को अगर हम देखते हैं तो कोई भी व्यक्ति ये देखकर तीसरे व्यक्ति से ये नहीं कहना उसका पाप का शिक्षा वो भुगत रहा है. അതാണെങ്കിൽ ആ വ്യക്തിയും ദൈവവും കൂടെ തീർത്തുകൊള്ളും. നമ്മൾ അതിന്റെ ഇടയിൽ കയറി അവന്റെ പാപത്തിന്റെ ഓഹരി നമ്മളും കൂടെ പ്രാപിക്കരുത്. अगर ऐसा है तो वो और परमेश्वर आपस में उसका मेल मिलाप कर लेगा, हिसाब कर लेगा, उसके पाप के अंदर घुसकर हम उसके पाप के भागी नहीं बन जाना. എനിക്ക് തോന്നുന്നു ദൈവജനത്തിന്റെ ഇടയിൽ ഒരു സാധാരണ ഭാഷയാണ് അവൻ ചെയ്തതിന്റെയൊക്കെയാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന ഒരു രീതി. और मसीह लोगों में ये अभी ये सामान्य बन चुका है जो हम कहते हैं कि उसने जो कर्म किया है उसके वजह से भुगत रहा है. അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുകയാണെന്ന് വരികിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ അകൃത്യത്തിന്റെ മേൽ പിന്നെയും ദൈവം അകൃത്യം കൂട്ടുകയാണ് ചെയ്യാൻ പോകുന്നത്. और ऐसा व्यक्ति अगर बोलता है तो वहां पर 27 आयत में हम पढ़ते हैं उसके अधर्म को और अधर्म से बढ़ा दिया जाएगा. ദൈവത്തിന്റെ നീതി ആ വ്യക്തി പ്രാപിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നാണ് അവിടെ പറയുന്നത്. परमेश्वर का धर्म उसके ऊपर कभी न्याय नहीं होगा, ऐसा वहां लिखा है. ഈ വ്യവസായം തുടർന്നാൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഇവന്റെ പേര് വെട്ടിക്കളയുമെന്നാണ് പറയുന്നത്. और इस पेशा को आप आगे जारी रखते हैं तो जीवन की पुस्तक में से उसका नाम काटा जाएगा. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് ഇപ്പോൾ മനസ്സിലാകുമായിരിക്കും. പഴയ നിയമകാലത്തെ ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച ദാവീദ് തന്നെ അതേ അന്ത്യം വരെ കുന്തമെറിഞ്ഞു കൊല്ലാൻ വേണ്ടി ദാഹിച്ച് ഓടി നടന്ന ആ ശൗല് മരിച്ചെന്നുള്ള വാർത്ത കേട്ടിട്ട് അവൻ അങ്ങനെ വരണമെന്നല്ല പറഞ്ഞത്. ആ ശൗലിന്റെ മരണത്തിൽ ദേവദാസൻ വിലാപഗീതം പാടിയെന്നാണ് കാണുന്നത്. और यहाँ पर हम इस बात को समझ सकते हैं जहां पर दाऊद के जीवन में अपने जीवन के अंत तक भाला लेकर जो उसके पीछे उसको मारने के लिए पड़ा था, उस शाऊल की मृत्यु की बात को सुनकर उसके साथ ऐसा होना चाहिए था, ऐसा परमेश्वर का अभिषिक्त ने नहीं कहा, बल्कि वहां पर लिखा है उसने विलाप किया, रोया और विलाप गीत को लिख दिया. ശൗല് മരിച്ചു എന്നുള്ള വാർത്ത ദാവീദിനോട് ചെന്ന് പറയുമ്പോൾ ദാവീദ് ഭയങ്കരമായിട്ട് കൈകൊട്ടി ആഹ്ലാദിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ശൗല് മരിച്ചെന്നുള്ള വാർത്തയുമായിട്ട് കടന്നപ്പോൾ ആ വാർത്ത പറഞ്ഞവനെ വെട്ടിക്കളഞ്ഞെന്നാണ് വായിക്കുന്നത്. और हम पढ़ते हैं ये सोचकर कि दाऊद अब खुश होगा, आनंदित होगा जब ये सुनेगा कि शाऊल मर चुका है. उस संदेश को लेकर जो व्यक्ति वहां पर आया था, उस संदेश वाहन को जिस तरह समाचार सुना दाऊद ने काट दिया, ऐसा लिखा है. ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ദൈവമക്കളുടെ ഭാഗങ്ങൾ വായിച്ചെടുക്കുക. शमूएल की दूसरा किताब उसके आरंभ में ये लिखा गया है, आप लोग पढ़ लेना. അപ്പോൾ 69-ാം സംഗീതത്തിൽ 26-28 വരെയുള്ള കാര്യങ്ങൾ ദൈവമക്കൾ ഒരിക്കലും മറക്കരുത്. तो भजन संहिता 69 उसका 26 और 28 को भूलना नहीं. ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു വരും. और ऐसा सेवकाई करते समय में भी हो सकता है अन्य भाषाओं में हम चलते रहे.
അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ ഇടയായിരുന്ന ഒരു ഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി എന്നുള്ളതിന്റെ ഒരു ടോക്കൺ അല്ലെന്നുള്ള കാര്യവും മറക്കരുത്. अन्य भाषाओं में बात करना, परमेश्वर से बात करना, ये अनुग्रह का बात है, लेकिन इस तरह से अन्य भाषाओं में बात करने का मतलब ये नहीं मैं पवित्र हूँ। കൊലപാതകവും വ്യഭിചാരവും ചെയ്തതിനു ശേഷവും ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്നാണ് പറയുന്നത്. कत्ल करने के बाद, व्यभिचार करने के बाद दाऊद प्रार्थना करता है कि तेरी आत्मा को मेरे अंदर से मत निकाल। ഈ കർമ്മം ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാണ് താൻ അത് പ്രാർത്ഥിക്കുന്നത്. और ये करने के 1 साल के बाद वो ये प्रार्थना करता है. അപ്പൊ അങ്ങേയറ്റത്തെ 2 പാപം ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോയില്ല. तो सबसे बड़ा ऐसा पाप करने के बाद भी वो साल तक उसके अंदर से उसकी आत्मा नहीं गया. എന്നാൽ വേറൊരു കാര്യം ഞാൻ പറയുന്നത് 51-ാം സംഗീതത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ തരണം എന്നാണ് പറയുന്നത്. भजन संहिता का 51 से मैं कह रहा हूँ, लेकिन उसमें और एक बात लिखा गया है, मेरा जो उद्धार का आनंद मुझे लौटा देना. അപ്പോൾ പാപം ചെയ്തപ്പോൾ രക്ഷയുടെ സന്തോഷം അങ്ങ് പോയി, ആത്മാവകത്ത് അന്നേരമുണ്ട്. तो जब हम देखते हैं पाप किया तो वो उद्धार का हर्ष उसके अंदर से निकल गया, लेकिन आत्मा उसके अंदर है. ആമേൻ. അത് ദൈവത്തിന്റെ ആ വ്യക്തിയോടുള്ള ഒരു നീതിയാണ്. ആമേൻ. സ്വന്തം ആ വ്യക്തിയെ ദൈവാത്മാ പിന്നെയും അകത്തിരുന്നു കൊണ്ട് ആമേൻ മുഖാന്തരങ്ങളിലൂടെ നാഥാൻ പ്രവാചകൻ പോലെയുള്ള മുഖാന്തരങ്ങളിലൂടെ എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്തി എടുക്കണം എന്നുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ആത്മാവ് വിട്ടുപോകാഞ്ഞത്, അല്ലാതെ താൻ ചെയ്തത് ശരിയായത് കൊണ്ടല്ല. वो परमेश्वर का एक प्रेम है, परमेश्वर का एक धर्म है कि किसी माध्यम के द्वारा, जिस तरह से नाथान नबी के द्वारा उस व्यक्ति का पाप को उजागर करके दिया, इसी तरह से आत्मा के द्वारा हमारी गलती को उसे पश्चाताप में लाकर, मन फिराव में लाकर हम नष्ट ना हो जाए, इसीलिए वो आत्मा अब भी हमारे अंदर है, ना कि इसके लिए क्योंकि जो गलती हमने किया उसको जायज ठहराया है. എന്നാൽ രക്ഷയുടെ സന്തോഷം ആ സമയം തന്നെ വിട്ടുപോയി. लेकिन उद्धार का जो आनंद है वो उसी समय छूट गया. ഏതെങ്കിലും തെറ്റുകളിൽ അകപ്പെടുമ്പോൾ ആത്മാവ് ഉള്ളിൽ നിന്ന് പോകണമെന്നില്ല, പക്ഷേ രക്ഷിക്കപ്പെട്ടതിന്റെ പ്രത്യാശയാകുന്ന സന്തോഷം ഉള്ളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. हम जब पाप करते हैं हो सकता है आत्मा अंदर से ना जाए, लेकिन हमने उद्धार पाया उस समय में जो आनंद हमको मिला था वो आनंद हमारा नष्ट हो जाएगा. നമ്മോട് തന്നെ യോജിക്കുക, അന്യഭാഷ പറയുന്നതിനപ്പുറത്ത് രക്ഷയുടെ സന്തോഷത്തിൽ ഞാൻ ആനന്ദിക്കുന്ന വ്യക്തിയാണോ? हम जब अन्य भाषा बोलते हैं तो उसके साथ साथ इसका भी जांच करें, क्या उद्धार के आनंद को अनुभव करने वाला व्यक्ति हूं मैं? ഏത് സമയം ഇവിടെ മരണം നടന്നാലും കർത്താവ് വരുന്നു എന്ന് കേട്ടാലും അത് ആ യാതൊരു വിധമായ സങ്കോചമില്ലാതെ കൊണ്ട് സന്തോഷത്തോടെ അതിനെ എതിരേൽക്കാൻ കഴിയുന്ന ഒരു അനുഭവത്തിലാണോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്? किसी समय में मौत क्यों ना हो जाए या फिर परमेश्वरी क्यों ना आ जाए, जो भी हो जाए, हम क्या आनंद से उस समय का इंतजार को हम करते हैं? എന്നാൽ ഏതെങ്കിലും തെറ്റ് ചെയ്ത് അതിൻ്റെതായ പരിങ്ങലിലാണെന്ന് വരികിൽ അന്യഭാഷയൊക്കെ ഉണ്ടാകും, പക്ഷേ രക്ഷയുടെ സന്തോഷം കാണത്തില്ല. लेकिन कोई गलती करके उसके बोझ में दबे हुआ तो अन्य भाषा तो जरूर होगा, लेकिन उद्धार का आनंद नहीं होगा. 25-26 വായിക്കുമ്പോൾ वाक्യം പറഞ്ഞേ. സദൃശവാക്യം 26-25-26 नीति वचन 26 का 25 और 26. 25 और 26. സദൃശവാക്യം 26-25-26 വായിക്കുമ്പോൾ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 26-25 ക്ഷമിക്കണം, സദൃശവാക്യം 26-23 മുതൽ 26 വരെ. नीति वचन 26 उसका 23 से लेके 26 तक. അവിടെ വായിക്കുന്നത്, സ്നേഹം ജ്വലിക്കുന്ന ആദരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പകയ്ക്കുന്നവൻ ആദരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്, അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. जैसा कोई चांदी का पानी चढ़ाया हुआ मिट्टी के बर्तन हो, वैसा ही बुरा मानने वाला का प्रेम से भरा वचन होता है. जो बैरी बात से तो अपने को भोला बनाता है, परंतु अपने भीतर छल रखता है. उसकी मीठी मीठी बात प्रतीति ना करना, क्योंकि उसके मन में साफ घिनौनी वस्तु होती है. ഇത് കുറ്റം പറച്ചിലിന്റെ വേറൊരു രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ये दोष लगाने का दूसरा एक पैटर्न है जो हम यहाँ देखते हैं.
അത് വ്യക്തമായി മനസ്സിലാക്കാൻ 41 സങ്കീർത്തനം 5 മുതൽ 9 വരെയും കൂടെ വായിക്കണം. और उस ये पढ़ने के लिए समझने के लिए भजन संहिता 41 उसका 5 से लेके 9 तक पढ़ लेना. അപ്പൊ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 41 5 മുതൽ 9 വരെ. भजन संहिता 41 5 से लेके 9. ഒരാള് രോഗിയായി തീരുമ്പോൾ ആ ആളിന്റെ അടുക്ക ചെല്ലുന്ന ആളിന്റെ സംഭാഷണമായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. एक जो बीमार व्यक्ति है उसके पास जो व्यक्ति पहुंचता है उसका एक बात करने का रीति हम इसको देख सकते हैं. അവൻ എപ്പോൾ മരിച്ചു, അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. मेरे शत्रु यह कहकर मेरी बुराई करते हैं, वह कब मरेगा और उसका नाम कब मिटेगा? और जब वह मुझसे मिलने को आता है तब वह व्यर्थ बातें बकता है, जबकि उसका मन अपने अंदर अधर्म की बातें चर्चा करता है और शहर जाकर उनकी चर्चा करता है. ആമീൻ. ആമീൻ. ഇതിനെക്കുറിച്ച് ഞാൻ ലളിതമായി ഈ രണ്ട് ഭാഗങ്ങളും ചേർത്ത് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. दोनों भाग को मिलाकर मैं इस तरह से कहना चाहता हूँ. നമ്മളിൽ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ എല്ലാവരും അല്ല, ഇങ്ങനെയുള്ള ആളുകൾ ചിലത് നമ്മളെ കാണാൻ വരും. हम में से कोई जब बीमार हो जाते हैं तो कुछ लोग हमको मिलने आते हैं, सब लोग नहीं, कुछ लोग. നമ്മുടെ അടുക്ക വന്ന് അച്ചായ അല്ലെ അമ്മാമി ആന്റി സിസ്റ്ററെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ദേവദാസനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അയ്യോ കഷ്ടമുണ്ട്, ഞാൻ ഉത്തരസി കൊണ്ട് വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റിയില്ല, ഇപ്പോഴാ വരാൻ കഴിഞ്ഞത്, കുറച്ച് ഓറഞ്ചും ആപ്പിളും കുറച്ച് ബേക്കറി ഗുഡ്സും ഒക്കെ ആയിട്ടായിരിക്കും ഇയാൾ വരുന്നത്. വന്ന് വളരെ സഹതാപത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞ് നല്ലൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആട്ടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വീട് വിട്ട് അവയെ പുറത്തേക്ക് പോകും. तो हम में से कोई बीमार हो जाता है, हमें मिलने के लिए आते हैं, हमारे बारे में पूछताछ करते हैं, भाई बहन आपका परिवार कैसा है, कैसा था, बातें कैसे चल रहा था, हम लोग आपके लिए प्रार्थना कर रहे हैं, बहुत दिनों से आने की कोशिश कर रहा था लेकिन आ नहीं पाया, उम्मीद है सब कुछ ठीक है. एक अच्छा प्रार्थना भी करते हैं, सहानुभूति की बातों को भी करते हैं और इस तरह से बर्ताव करके वो वहां से निकल जाते हैं. ഇങ്ങനെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കൂട്ടുകാരനുമായിട്ട് അല്ലെ കൂട്ടു സഹോദരനുമായിട്ട് അല്ലെ ആരാണെന്ന് വെച്ചാൽ ആ വ്യക്തിയുമായിട്ട് പുറത്തേക്ക് പോകുന്ന യാത്രയെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പറയും, ഓ എഴുന്നേക്കാനൊന്നും പോകുന്നില്ല, ഇത് ദൈവം തമ്പുരാൻ കൊടുത്തതാ. നേരത്തെ ചിന്തിക്കണമായിരുന്നു, എപ്പോൾ മരിച്ചു, അവന്റെ പേര് എപ്പോൾ ഇല്ലാതാകും, എന്നോടും കാണിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയത്തില്ലയോ? ഇങ്ങനെയുള്ള കമന്റുകളായിരിക്കും പാസ്സാക്കുന്നത്. और ऐसा सब प्रार्थना करके इतना सहानुभूति दिखाने वाला व्यक्ति जब वापस बाहर जाता है तो रास्ते में अपने साथ जो भी हो, संगी व्यक्ति हो या जो भी उसके साथ उठते ये कहता है वो अभी उठने वाला नहीं है, उसने जब ये सब गलत किए तब उसको सोचना चाहिए था, मेरे साथ भी जो किया वो क्या कभी कोई भूल सकता है? ऐसा चर्चा करने वाला व्यक्ति. ആമീൻ. ഇങ്ങനെ പറയുന്നതിനെയാണ് ഞാൻ ഒരു സെന്റൻസിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യക്ഷമായി ബഹുമാനിക്കുകയും പരോക്ഷമായി നിന്ദിക്കുകയും ചെയ്യുന്നു. ऐसा व्यक्ति के बारे में कहना चाहते हैं, हमारे सामने तो हमारी बड़ाई करते हैं लेकिन समूह में हमारी बदनामी करते हैं. ഇത് രോഗാവസ്ഥയിൽ മാത്രമാകണമെന്നില്ല. ഒരാള് വേറൊരാളെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ കട്ടൻ മാറ്റി നോക്കും ആരാന്ന്. കണ്ടേച്ച് അകത്ത് വന്ന് പറയും, ഓ മെനക്കേട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വീട്ടുകാരോട് പറഞ്ഞിട്ട് കഥ ചിരിച്ചുകൊണ്ട് വന്ന് തുറന്നിട്ട് ഹായ് പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയും തണുത്തതും ചൂടും ഒക്കെ നൽകുകയും വളരെ കുടുംബയോടെ സംസാരിക്കുകയും ചെയ്യും. ഫാനിട്ട് തരും, AC ഓൺ ചെയ്ത് തരും, എല്ലാം ചെയ്യും. അവസാനം പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അതിന്റെ ബാക്കി പിന്നെ സംസാരിക്കാനിടയാകും. ये सिर्फ बीमार की हालत में नहीं, दूसरे संदर्भों में भी हो सकता है. जैसा मान लो कि किसी ने आके हमारा कॉलिंग बेल बनाया, हम धीरे से खिड़की से झांक कर देखते हैं, अरे मुसीबत आ गया ऐसा कहते हैं, लेकिन हंसते हुए आके दरवाजा खोलते हैं, ठंडा गर्म जो चाहिए वो देते हैं, बहुत आनंद से बात करते हैं, प्रार्थना से वो निकल जाते हैं. उसके बाद जाने के बाद फिर उसका दोष लेकर बहुत समय उसी में बीत जाता है. ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്റെ അകത്തേക്ക് വന്ന ഒരു വേർഡ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റോഡ് ഗോൾഡ് ക്രിസ്ത്യാനിറ്റി. और इसके बारे में कहा जाता है रोल्ड गोल्ड क्रिस्टियनिटी या झूठा जो सोना होता है उसके बारे में. മലയാളത്തിൽ മുക്കുവണ്ട ക്രിസ്ത്യാനി എന്ന് വേണമെങ്കിൽ പറയാം. और जिसको हम झूठा सोना कहते हैं, जो असली नहीं होता, इमिटेशन सोना होता है. എന്താണ് റോഡ് ഗോൾഡ് ക്രിസ്ത്യാനിറ്റി? റോഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? रोल्ड गोल्ड का मतलब क्या है? നമ്മള് ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചവരായതുകൊണ്ട് അതിനെക്കുറിച്ച് പരിചയം കാണുന്നില്ല. മുൻപരിചയത്തിന്നോ ജനറോളജിന്നോ ചിന്തിച്ചു കഴിഞ്ഞാൽ നിസാരമായ അലൂമിനിയം പോലുള്ള ലോഹങ്ങൾ കൊണ്ട് മാല, വള, കമ്മല്, മോതിരമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വർണത്തിന്റെ കളറിലുള്ള ഒരു പ്ലേറ്റിംഗ് നടത്തിയിട്ട് കടയിൽ ഒറിജിനൽ സ്വർണം
10,000 രൂപയ്ക്ക് കിട്ടുന്നിടത്ത് സ്വർണത്തിന്റെ ആഭരണം 10,000-ത്തിനോ 10 ലക്ഷത്തിനോ കിട്ടുന്നിടത്ത് ഇവിടെ ഇത് 25 രൂപയ്ക്ക് കിട്ടുകയാണ് വഴിയോരത്ത്. रोल्ड गोल्ड का मतलब है असली सोना नहीं होता, वो नकली सोना होता है। हम में से शायद अधिकांश लोग इसके बारे में नहीं जानते होंगे, लेकिन आभूषण इस्तेमाल करने वाले जानते हैं। जो असली सोना दुकान में जो 8 लाख 9 लाख या 10 लाख में मिलता है, उसको पीतल या तांबे या फिर स्टील से बनाकर उसके ऊपर जो है सोने का रंग लगा देते हैं। यही हमको 25 रुपए में दुकान में मिलता है, जिसको हम रोल्ड गोल्ड या नकली गोल्ड कहते हैं। കാണുമ്പോൾ ഭയങ്കര സ്നേഹം, താഴ്മ, വിനയം, പ്രൈസലോട് വല്ല രീതിയിലും അതേ കാര്യങ്ങൾ ചെയ്യുന്ന ഇടപാടുകൾ, എന്നാൽ അകത്ത് പല ഗ്രഡ്ജുകളും വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. देखने से ऊपर से तो बहुत अच्छा स्वभाव, सहानुभूति, प्रेम, क्षमा ये सब आता है, संयम होता है, लेकिन अंदर दूसरों के प्रति बहुत से दोष को लगा कर बैठे हैं। അതാണ് ഹിപ്പോക്രസി, കപടഭക്തി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. और इसी को हम कहते हैं कपट। അപ്പൊ ഈ കപടഭക്തരായ ആളുകൾ കർത്താവിന്റെ പരശുശ്രൂഷ കാലത്തും ഒരിടത്തും രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. और ऐसा कपटी लोग परमेश्वर की सेवकाई में कहीं भी उद्धार पाए ऐसा हम नहीं पढ़ते। അതെ, കൊലപാതകവും വ്യഭിചാരവും കാണിച്ചിട്ട് 1 വർഷം അതെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടും അഭിനയിച്ച് നടന്നു ദാവീദ്. हम दाऊद के बारे में जानते हैं, उसने कत्ल किया, व्यभिचार किया, 1 साल तक नाटक करके जिया, हम देखते हैं। നാഥാൻ പ്രവാചകനിലൂടെ താൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ വലിയവായി നിലവിളിച്ച് പറഞ്ഞൊരു സത്യമുണ്ട്. लेकिन नादान के द्वारा जब वो पकड़वाया गया तो भी हम जानते हैं उसने अपने मुंह से अंगीकार किया। അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. हे परमेश्वर, मेरे अंदर का शुद्ध मन को तू इच्छा करता है। ഗിരിപ്രമാണത്തിൽ യേശു വചനം പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. और गिरी प्रभाषण में यीशु मसीह ने कहा जो मन के शुद्ध है वो धन्य है। അപ്പോൾ സംഭാഷണത്തിനകത്ത് അകത്തില്ലാത്തത് പുറത്ത് കാണിക്കാൻ പാടില്ല. പുറത്തുള്ളതായിരിക്കണം അകത്തുള്ളതും. പ്രൈസലോ. तो जो हम बात करते हैं तो अंदर कुछ बाहर कुछ ऐसा नहीं होना है, जो अंदर है वही बाहर होना है। അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ളതായ കപടവാക്കുകളുടെ സംഭാഷണവും പാടില്ല. യാതൊരു വിധത്തിലുള്ള കുറ്റം പറച്ചിലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. तो इस तरह का कपट जीवन और किसी के प्रति कोई भी दोष या अपराध लगाने का विषय हमारे जीवन में कदापि नहीं होना चाहिए। അതെല്ലാം ദൈവം അങ്ങേയറ്റം വെറുക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ശാപത്തിന്, വീണ്ടും ബന്ധനത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരുന്ന കാര്യമാണ്. और ये सारी बातें जो है हमारे जीवन को श्राप की ओर और हमारे ऊपर दंड लाने का विषय है। അതുകൊണ്ടാണ് യെശയ്യാ 28:20 നമ്മൾ മുമ്പേ കണ്ടത്, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറി പോകാൻ തക്കവണ്ണം നിങ്ങൾ പരിഹാസികളാകരുത്. और इसीलिए यशायाह के 28 में हमने पढ़ा, हमारे बंधन हमारे लिए और कठिन ना हो, इसके लिए हम टट्टी उड़ाने वाले ना बने। 2 ശമൂവേൽ 9:3 മുതൽ 10 വരെ നമ്മൾ വായിക്കുമ്പോൾ, दूसरा शमूएल 9 में हम जो पढ़ते हैं, ദാവീദിന്റെ പല റിമാർക്കുകളിൽ ഇടയ്ക്ക് നമ്മൾ പഠിച്ചെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദാവീദ് മാത്രമേ തന്റെ ജീവിതത്തെ വളരെ പ്ലെയിനായിട്ട് തുറന്നു കാണിച്ചിട്ടുള്ളൂ. दाऊद के जीवन में बहुत कुछ हमने बताया, लेकिन दाऊद ही एक व्यक्ति है जिसने अपने जीवन को खुलकर बताया। അതും നമുക്ക് ആത്മീയ വർദ്ധനത്തിന് കാരണമായി തീർന്ന ആ മനുഷ്യൻ ഇങ്ങനെ പ്ലെയിനായിട്ട് തന്റെ ജീവിതത്തെ കാണിച്ചതുകൊണ്ട്. और ये भी हमारी आत्मिक उन्नति के लिए कारण बनना है, जिसने अपने जीवन को इस तरह से खुलासा किया। എന്നാൽ ശൗല് തന്റെ ജീവിതത്തെ അധികം വെളിപ്പെടുത്തി കാണിക്കാൻ ആഗ്രഹിച്ചില്ല. ജനം എന്നെ കുറിച്ചൊന്നും അറിയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. लेकिन शाऊल ने कभी भी अपने बारे में कुछ भी प्रकाशन करना नहीं चाहा। उसकी इच्छा थी कि लोग उसके बारे में कुछ न जान पाए। അപ്പോൾ ചിലർ തെറ്റുകൾ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും ദൈവഹിതപ്രകാരം അനുദവിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തെ അലാസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പേ പറഞ്ഞതുപോലെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയെ പോലെ അദ്ദേഹത്തെ ദൈവം നീതീകരിക്കുവാനിടയായി തീർന്നു. छोटी सी गलती दाऊद ने किया, उसके बावजूद भी जब उसने मन फिराया, अपने पापों को अंगीकार किया, तो परमेश्वर ने उसको पुनर्स्थापित किया। और जैसा पहले बताया, जिस तरह से गलती ना किया, इस तरह से उसका जीवन को बनाया। ഏതൊരു കാര്യവും ദൈവത്തിന്റെ ഹിതം പോലെ ക്രമീകരിക്കുവാൻ താൻ മനസ്സ് വെച്ചത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറയാനിടയായത്. और जो भी उसका बातें हैं परमेश्वर के मन के अनुसार उसने करने की इच्छा रखा, इसलिए परमेश्वर ने उसके बारे में कहा, मेरे मन के अनुसार एक व्यक्ति दाऊद। രാത്രി അവസാന നിമിഷത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, आज रात का आखिरी समय में मैं ऐसा कहना चाहता हूँ, കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ പലതും സംഭവിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ കൈപ്പോടെ കടഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ആ അന്യായ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്നുവെങ്കിൽ ആ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിക്കുക മാത്രമല്ല, അതും ദൈവം മറന്നിട്ട് നമ്മളെ അതിൻ്റെതായ തേജസ്സേറിയ അനുഭവത്തിൽ കൊണ്ടിരുവാൻ വിശ്വസ്തനാണ്.
पिछले दिनों में हमारे जीवन में ऐसा छोटी मोटी खामी आ गया है, तो हमारे हाथों को ऊपर उठाते हुए, पापों का अंगीकार करते हुए, कठोरता से अगर हम इस तरह से रोते हैं, कड़वापन से अगर रोते हैं, निश्चित तौर पर हमारे पापों को वो क्षमा करेगा। इतना ही नहीं, हमारी तमाम बातों को निकाल कर हमें पुनर्स्थापित करके उस महिमा वाली जिंदगी में हमें लाने के लिए हमारा परमेश्वर सामर्थी है। അങ്ങനെ ദാവീദ് യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം ദൈവിക സ്വഭാവത്തിലേക്ക് താൻ മടങ്ങി വരുവാനിടയായി തീർന്നു. और दाऊद पुनर्स्थापना होने के बाद हम देखते हैं उसके पुराने जीवन में वो फिर लौट आया। ചില വാക്കുകൾ പറഞ്ഞ് എന്റെ വാക്കുകളോട് ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. मेरे बातों को यहाँ समाप्त करना चाहूंगा। യോബിന്റെ പുസ്തകം 36:5 മുതൽ വായിക്കുമ്പോൾ, യോബിന്റെ പുസ്തകം 36:5 വായിക്കുമ്പോൾ, आयुब का 36 का 5 जब हम पढ़ते हैं, നമ്മുടെ ദൈവം ഈ വിഷയത്തിൽ ആരാണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. हमारा परमेश्वर इस विषय में कौन है वो वहां पर लिखा है। അത് ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കുന്നത് കുറെ കൂടെ നല്ലതാണ്. वो अंग्रेजी अनुवाद में से पढ़ेंगे तो थोड़ा अच्छा होगा। ഒരു നിമിഷം ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തൊന്ന് വായിച്ചോട്ടെ. वो भाग लेकर मैं पढ़ता हूँ। ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, Behold, God is mighty but despises no one. देख, ईश्वर सामर्थी है और किसी को तुच्छ नहीं जानता। He is mighty in strength of understanding. वो समझते की शक्ति में सामर्थ है। മലയാളത്തിൽ വായിക്കുന്നു, ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. अंग्रेजी में पढ़ते हैं, परमेश्वर बलवंत है लेकिन किसी को तुच्छ नहीं जानता। വിവേക ശക്തിയിലും ബലവാൻ തന്നെ. और वो समझने में भी शक्तिशाली है। ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ നമ്മുടെ ദൈവത്തെ പോലെ ആർക്കും കഴിയത്തില്ല. പക്ഷേ താൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെയും അവിടുന്ന് ഡിസ്പൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിരസിക്കുന്നില്ല. हमारे परमेश्वर के जैसा एक व्यक्ति को समझने वाला व्यक्ति और कोई ही संसार में नहीं है, लेकिन इस तरह से एक व्यक्ति को समझने के बावजूद भी हमारा परमेश्वर किसी भी व्यक्ति को तुच्छ नहीं जानता या उसका तिरस्कार नहीं करता। ആമേൻ. അങ്ങനെയുള്ളവരിലേക്ക് അവിടുത്തെ സ്നേഹം ധാരാളമായിട്ട് പകർന്നു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ऐसे लोगों के ऊपर भी यीशु मसीह अपने प्रेम को बहुतायत से उंडेल कर उसको भी किसी तरह से पुनर्स्थापित करने के लिए परमेश्वर अपेक्षा करता है। പഴയ നിയമകാലത്ത് തന്നെ ഈ ക്രിസ്തുവിന്റെ സ്നേഹം മടങ്ങി വന്നു കഴിഞ്ഞ ദാവീദിന്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് രാജ്യഭാരം ഏറ്റ സമയത്ത് ഒരു കാര്യം ഇങ്ങനെ പറയാനിടയായി തീർന്നു. पुराना नियम में इस तरह से परमेश्वर का प्रेम उसके जीवन में आने के बाद दाऊद ने जब राजभरण को अपने ऊपर लिया तब उसने इस तरह से कहा। ആമേൻ. അതേ രാജാവായി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ ജീവനോടെ എന്നാണ് ചോദിച്ചത്. और उसने वहां पर जब सबसे प्रथम राजभारण किया तो सबसे पहले दूसरा शमूएल 9 का ये दाऊद ने पूछा, क्या शाऊल के घराने में ऐसा कोई अब तक बचा है जिसमें योनादान के कारण पतिति हूं, जिसके ऊपर मैं अपना दया करूं। ഗോലിയാത്തിനെ കൊന്ന സമയം മുതൽ അസൂയാലുവായി ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ സകല ആളുകളെക്കാളും കൂടുതൽ ആഗ്രഹിച്ച് ഓടി നടന്ന് ഒരു പേപ്പട്ടിയെ ഓടിക്കുന്ന പോലെ ദൈവദാസനെ ഓടിച്ച് കാട്ടിലും മലകളിലും കൂടെ ഓടിച്ച മനുഷ്യനാണ്. അങ്ങനെയുള്ള തന്റെ ബദ്ധ ശത്രുവായി മാറിയ ആ മനുഷ്യന്റെ കുടുംബത്തിൽ പ്രതികാരം വീട്ടാനല്ല താൻ ആഗ്രഹിച്ചത്. എന്റെ ദൈവത്തിന്റെ ദയ അവന്റെ വീട്ടിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. एक ऐसा व्यक्ति गोलियत को मारने के समय से लेके जो उसको मारने के लिए उसके पीछा पड़ा था, एक पागल कुत्ते को जिस तरह से लोग शिकार करते हैं उस तरह से भगा भगा कर जंगलों में, रास्तों में, नदियों में और गुफाओं में जिसको भेजा गया, ऐसा एक व्यक्ति को यहाँ पर दाऊद कहता है, उसके घराने से अगर कोई है तो मुझे बता। उसके घराने से बदला लेने के लिए नहीं, लेकिन मेरे परमेश्वर की दया उसके घराने की ओर दिखाने के लिए दाऊद यहाँ पर कहता है। അങ്ങനെയുള്ള കൺസെപ്റ്റ് ജീവിച്ചത് കൊണ്ട് ശൗലിന്റെ ഗ്രഹത്തെ ദൈവം തന്നെ കൈകാര്യം ചെയ്തു. ഏറ്റവും ഒടുവിൽ ഒരു മോബിബെസേത്ത് എന്ന ഒരു മുടന്തൻ മാത്രം ശേഷിച്ചു. और ऐसा उसने कहा, इसके लिए हम देखते हैं परमेश्वर ने स्वयं शाऊल के घराने को संभाला। आखिर में उसके नस्ल में केवल एक लंगड़ा व्यक्ति बचा था। ആരോ പറഞ്ഞു, ശ്രീബാബ് എന്ന് പറയുകയാണ്, അതേ രാത്രി എടുത്തുകൊണ്ട് ഓടിയപ്പോൾ രണ്ടു കാലും കയ്യിൽ താഴെ വീണിട്ട് അതേ മുടന്തിപ്പോയ ഒരു മോബിബെസേത്ത് മാത്രമുണ്ട്, ഇനി ബാക്കി എന്ന് പറയാണ്. മോബിബെസേത്തെ കാല് മുടന്തിയവനെങ്കിൽ കാല് മുടന്തിയവൻ അവനെ ഇനി കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിത്യം നീ എന്റെ ഭവനത്തിൽ എന്റെ കൂടെ എന്റെ കൊട്ടാരത്തിൽ താമസിച്ച് എന്റെ തീന്മേശയിൽ നിന്ന് എന്റെ കൂടെ നീ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുകയാണ്.
और किसी ने उसको कहा कि मेफीबोशेत एक ही व्यक्ति है जो बाकी है, उसे बचाने के लिए दासी लेकर दौड़ रही थी, तब वो गिर गई और उसका घुटना लगने की वजह से दोनों पैर से वो लंगड़ा हो चुका है। तब दाऊद कहता है मेफीबोशेत तो मेफीबोशेत, वो लंगड़ा हो तो भी कोई बात नहीं, उसे मेरे घर में ले आओ, वो मेरे महल में रहेगा और अपने जीवन के अंत तक मेरे साथ मेरे भोजन के उस मेज पर मेरे साथ वो भोज करेगा। ഈ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ये यीशु मसीह का स्वभाव हमारे ऊपर होना चाहिए। ആ സ്നേഹം പകരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ധാരാളമായി പ്രാപിച്ച് അവിടെ ദിവ്യ സ്വഭാവത്തിൽ ഉയരാം. ആമേൻ. തിരികെ വിരോധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം അനുഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ഈ വിധത്തിൽ ഉണ്ടോ എന്ന് ഈ കേട്ട വലുതുമാകെ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്ത് കുറവുണ്ടെങ്കിൽ ഏറ്റുവന്ന് ഇറങ്ങിനം പ്രാപിക്കാം. ഒരു തരത്തിലുള്ള ദണ്ഡനങ്ങളും നമ്മളെ ഭരിക്കാൻ പാടില്ല. ആമേൻ. രണ്ട് കാര്യങ്ങൾ നിമിത്തം കൂടെയുള്ള ദണ്ഡനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ദൈവം ചോദിച്ചാൽ നാളെ പകൽക്കാലം നമുക്ക് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. तो ऐसी कोई भी बात हमारे जीवन में है तो इस परमेश्वर का प्रेम हमारे अंदर आए। अगर हमारे आने वाली बीती जीवनों में इस तरह का कोई खामी है, किसी तरह का कोई भी अगर वो बात है, उसको पूर्ण तरह से प्रार्थना करके हमारे जीवन से हम निकाल फेंके। इस तरह का कोई भी दंड हमारे जीवन में ना हो। 4 दंड में से 2 दंड के बारे में हमने सुना। अगर परमेश्वर समय देता है तो कल आगे की जो 2 दंड है उसके बारे में बताना चाहूंगा। लेकिन जो वचन हमने सुना उस वचन के अनुसार हमारे जीवन को समर्पण करते हुए ऐसा कोई भी पाप अगर आज जो हमने सुना वचन के अनुसार हमारे अंदर है तो हमारे हाथों को ऊपर करते हुए हम लोग प्रार्थना करके इस बात को छोड़ दे और कोई भी बंधन और इस प्रकार का कोई भी दंड हमारे ऊपर ना हो। इस वचन से परमेश्वर हमको आशीष देने पाए।